ഹലോ, ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ലെസൺ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് വായിച്ചു നോക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള 8ാമത്തെ ചാപ്റ്റർ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ആഴ്ച നമ്മൾ നോക്കുന്നത് 9ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, 9ാമത്തെ ചാപ്റ്റർ നോക്കുക. അപ്പൊ 9ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അതിനകത്ത് നമുക്ക് അതിന്റെ ടൈറ്റിൽ നോക്കിയാൽ കാണാം, മൈ സൺ വിൽ നോട്ട് ബി എ ബഗർ അല്ലെ, മൈ സൺ വിൽ നോട്ട് എ ബഗർ ബി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 9ാമതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ പോർഷൻസ് തീർക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ മോഡൽ എക്സാം ഒക്കെ വരാറായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് വേണം, നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മോഡൽ എക്സാമിന് കുറച്ചും കൂടെ കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്തപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനു മുൻപേ നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകും കേട്ടോ. അപ്പൊ ഇത്ര ആഴ്ച നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഇന്നൊക്കെ തൊട്ട് നമുക്ക് ഒരു 2 ചാപ്റ്റർ ഒക്കെ വെച്ച് നോക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് മോഡൽ എക്സാം ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ 9ാമത്തെ ചാപ്റ്റർ ആണ്. എല്ലാവരും ചാപ്റ്റർ 9 എടുക്കുക. ചാപ്റ്റർ 9 ആണ് എടുക്കുന്നത്. താമസിച്ചു വന്നവരൊക്കെ കേൾക്കുക, ചാപ്റ്റർ 9 ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചാപ്റ്റർ 8 എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ചാപ്റ്റർ 9ലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുറച്ച് സ്പീഡിലായിരിക്കും പോവുക, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ദിസ് സ്റ്റോറി ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ റെനിഡിഷൻ ഓഫ് വേദ് മേത്ത who suffered from a prolonged stroke meningitis. അപ്പോൾ ഈ കഥയിൽ എന്താണ്, ഒരു മസ്തിഷ്ക വീക്കം അല്ലെ, അതായത് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ ഫലമായിട്ട് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ആളുടെ ജീവിതകഥ, അതിനെക്കുറിച്ചാണ് നമ്മളോട് ഈ ഒരു കഥയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അയാളുടെ ചെറിയ പ്രായത്തിൽ തന്നെ അയാൾക്ക് കാഴ്ച നഷ്ടപ്പെടുകയാണ്. അപ്പൊ ആ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം അയാളുടെ ഫാമിലി മെമ്പേഴ്സ് എങ്ങനെയാണ് പെരുമാറിയത്, മറ്റുള്ളവർക്കുള്ള കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു അല്ലെ, സ്വന്തമായിട്ടും ആ വ്യക്തിക്ക് എങ്ങനെയാണ് ജീവിതം നോക്കി കണ്ടത്, അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കഥയിലൂടെ നമ്മളോട് പറയുന്നത് കേട്ടോ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഓട്ടോബയോഗ്രഫിക്കലാണ് അല്ലെ, ഒരു ആത്മകഥ പോലെ എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ എന്താണ്, ദ സ്റ്റോറി ഈസ് ആൻ ഓട്ടോബയോഗ്രഫിക്കൽ റെനിഡിഷൻ ഓഫ് വേദ് മേത്ത. അപ്പൊ ഈ വേദ് മേത്ത എന്ന് പറയുന്ന ആളുടെ കഥയാണ്. അപ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചു, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അയാളുടെ കാഴ്ച അയാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അയാൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചെന്നാണ് പറയാട്ടോ. അപ്പൊ എന്താണ്, ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഹി ടേൺ ബ്ലൈൻഡ് അറ്റ് ദ ടെൻഡർ ഏജ് ഓഫ് 3.5. അപ്പൊ ചെറിയ പ്രായം എന്ന് വെച്ചപ്പോ എത്രയാണ്, അയാൾക്ക് ലോകമൊക്കെ പരിചിതമായി തുടങ്ങിയപ്പോൾ അല്ലെ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്, ചാപ്റ്റർ 9 ആണ് എടുക്കണത് കേട്ടോ. എല്ലാവരും വേഗം ജോയിൻ ചെയ്യുക, സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് വേഗം പോകുന്നത് കേട്ടോ. 9ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. താമസിച്ചു വന്നവരൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 9th ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധിക്കുക, 9ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഒരു വളരെ ചെറിയ പ്രായത്തിന്, അതായത് ഒരു 3.5 വയസ്സൊക്കെ ആയപ്പോഴത്തേനും തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ ഈ 3.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നല്ല സമയമാണ് അല്ലെ, അതായത് നമ്മള് കളറുകളൊക്കെ പരിചയപ്പെടുക, ഓരോ സൗണ്ടുകളൊക്കെ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുക അല്ലെ, ആൾക്കാരെയൊക്കെ നമുക്ക് നന്നായിട്ട് പരിചയമായി തുടങ്ങുന്ന ഒരു പ്രായമാണ് അല്ലെ, ഒരു 3.5 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു നല്ല പ്രായത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന് എന്ത് പറ്റുന്നത്, അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. ഓക്കെ,
അപ്പോൾ എന്താണ് പറയുന്നത്? The narrator feels good that he lost his eyesight at his early age because a child at this age cannot remember people, colors and other beautiful things in nature. അപ്പോൾ ഇദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിലും ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 3.5 വയസ്സിൽ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടേ ഉള്ളൂ, അല്ലെ, അല്ലെങ്കിൽ ഒരു ചെറിയ വിഷമേ ഉള്ളൂ. കാരണം എന്താണ്? കുട്ടികൾ കൂടുതലായിട്ടും ഈ ഒരു പ്രായത്തിലാണ് നല്ല ഭംഗിയുള്ള വസ്തുക്കൾ കാണുക, അവരുടെ കളർ ഇഷ്ടപ്പെടുക, അല്ലെ, അവയെ ആസ്വദിക്കുക, ആൾക്കാരെ മനസ്സിലാക്കുക, അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അപ്പോ ഇതൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ 3 വയസ്സായപ്പോഴത്തേക്കും എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇത്രയും ഭംഗിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നിറം എന്താണ്, അല്ലെങ്കിൽ പൂ എന്താണ്, അല്ലെ, അല്ലെങ്കിൽ പുഴ എന്താണ്, കാറ്റെങ്ങനെയാണ് വീശുന്നത്, ഇല എങ്ങനെയാണ്, അതിന്റെ കളർ എന്താണ്, അതൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കാണാൻ പറ്റാത്തതിനെ കുറിച്ച് എനിക്ക് വിഷമവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലെ. അപ്പൊ ഒരു 10-12 വയസ്സായി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് പറ്റും? നമുക്ക് വിഷമം ഉണ്ടാവും, അല്ലെ. അത്രയും നാളെ നമുക്കെല്ലാം കണ്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് ഇടവഴിയൊക്കെ നടന്ന ആളുകൾക്ക് പെട്ടെന്ന് കണ്ണിന് കാഴ്ചയില്ലാതാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച പോയത് കൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് പ്രകൃതി എന്താണെന്ന് അറിയില്ല, നല്ല ആളുകളെ എനിക്ക് പരിചയമില്ല, ഒന്നും എനിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയാ, ഹിസ് ഫാമിലി മൂവ്ഡ് ടു ലാഹോർ. അതിനുശേഷം എന്താണ് പറയുന്നത്? അദ്ദേഹത്തിന് ഈ കണ്ണിന് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം അവര് എവിടേക്ക് പോയി? ഗുജറാത്തിലായിരുന്നു താമസിച്ചിരുന്നത്, അവിടുന്ന് ലാഹോറിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ലാഹോറിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? സോ he had no memories of seeing. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല കാഴ്ചകളൊക്കെ കണ്ടൊരു പരിചയമോ അല്ലെങ്കിൽ നല്ലത് എന്താണെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. There was nothing to look back to, nothing to miss. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ്, എന്റെ വീട്ടിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് മിസ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല, അങ്ങനെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഫീൽ ചെയ്തിരുന്നില്ല. After 5 senses he lost one and he feels sad for it. അല്ലെ, അപ്പൊ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ 5 പഞ്ചേന്ദ്രിയങ്ങൾ, അല്ലെ, അതില് ഒരെണ്ണത്തിന്റെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ എന്നിരുന്നാലും നല്ല കാഴ്ചകളൊക്കെ കണ്ട് അതിന്റെ ഭംഗിയൊന്നും അദ്ദേഹത്തിന് മിസ് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് പൂക്കൾ എന്താണെന്നോ അല്ലെങ്കിൽ നക്ഷത്രമോ ആകാശം എന്താണെന്നോ അങ്ങനെ ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമൊന്നും തോന്നിയിരുന്നില്ല. ഹിസ് ഫാദർ വാസ് എ ഡോക്ടർ. അദ്ദേഹത്തിന്റെ അച്ഛൻ ആരായിരുന്നു? ഒരു ഡോക്ടർ ആയിരുന്നു. He got his son best treatment, but beyond that he know nothing more could be done to restore his eyesight. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ മകന് കൊടുക്കാൻ പറ്റി. പക്ഷെ എന്തായിരുന്നു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു, അല്ലെ, ചെറിയ പ്രായത്തിൽ തന്നെ കാഴ്ച പോയത് കൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെ. ഒരുപാട് ചികിത്സയൊക്കെ നടത്തിയാലും ഐസൈറ്റ് തിരിച്ചു കിട്ടുന്നത് കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. His family moved from Gujarat to Lahore. അതിനുശേഷമാണ് ഇവരുടെ ഫാമിലി ഗുജറാത്തിലായിരുന്നു താമസിച്ചിരുന്നത്, അവിടെ നിന്നും ലാഹോർ എന്ന സ്ഥലത്തേക്ക് അവര് മാറി താമസിക്കുന്നത്. The only blind person Ved's parents had seen were beggars. അപ്പൊ ഈ വേദ് മേത്തയുടെ പാരന്റ്സ് ഒക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെ. ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകളായിരിക്കും. അപ്പൊ അമ്മയും എങ്ങനെയാണ്, നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകളായിരുന്നു. അപ്പൊ ഇവരുടെ കണ്ണിൽ എന്താണ്, ഈ അവരാകപ്പാടെ ബ്ലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളത് എവിടെയാണ്? ഭിക്ഷാടനത്തിന്, അല്ലെങ്കിൽ പിച്ചക്കാരെ പോലെയൊക്കെ റോഡിന്റെ സൈഡിലൊക്കെ ഇരുന്ന് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു ഭിക്ഷയായിരിക്കും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ മാത്രമാണ് ഇവർ കൂടുതലായിട്ടും ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിളിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവരുടെ വിചാരം എന്താണ്, എന്റെ മകനും ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മകനല്ലേ, അല്ലെ, അപ്പൊ അവനും ഒരു ബെഗറായി പോകുമോ, അങ്ങനെ ഒരു വിഷമമായിരുന്നു നമ്മുടെ ഈ ഒരു പാരന്റ്സിന് ഉണ്ടായിരുന്നത്. Ved Mehta's mother could not believe that her son was blind. അപ്പൊ വേദ് മേത്തയുടെ അമ്മയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല, എന്റെ മകൻ ഇങ്ങനെ ഒരു ബ്ലൈൻഡ് ആണല്ലോ, അവൻ എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അവരെപ്പോഴും എങ്ങനെ തന്നെയാണ്, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടീനെ കൊണ്ടു നടക്കുന്നത് പോലെ അവരോട് പെരുമാറുന്നത് പോലെയൊക്കെ തന്നെയാണ് ഈ കുട്ടിയോടും പെരുമാറിയിട്ടുണ്ടായിരുന്നത്, അല്ലെ. അമ്മമാർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെ. കുട്ടിയുടെ കാഴ്ച പോയി എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവന്റെ അമ്മ എങ്ങനെയാണ്, സാധാരണ പോലെ തന്നെയാണ് അവനോട് പെരുമാറിയിരുന്നത്.
എന്നും അവനെ നോക്കിയിരുന്നത്. She called pundits and hamkins for improving his sight. അപ്പൊ അമ്മ നല്ല മതവിശ്വാസിയൊക്കെ ആയിരുന്നു, നല്ല ദൈവത്തിൽ വിശ്വാസമൊക്കെ ഉള്ള ആളായിരുന്നുകൊണ്ട് എന്ത് പറ്റി, അമ്മ എപ്പോഴും മന്ത്രിമാര് അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിലൊക്കെ തന്ത്രിമാരൊക്കെ ഉണ്ടല്ലോ അല്ലെ, പൂജാരികളെയൊക്കെ കൊണ്ട് അവനെ പ്രാർത്ഥിപ്പിക്കുകയും അവന്റെ കയ്യിൽ ഇങ്ങനെ പ്രാർത്ഥനാ ചരടുകളൊക്കെ കിട്ടുക, അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വിശ്വാസത്തിന്റെ കാര്യങ്ങളിലൂടെയൊക്കെയാണ് അമ്മ പോയിക്കൊണ്ടിരുന്നത്. She called പണ്ഡിറ്റ് and hamkins for improving his sight. എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കുട്ടിയുടെ കാഴ്ച എത്രയും വേഗം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. But his father, who was a doctor, did not believe in the pundits and hamkins. അപ്പോൾ ഇവരുടെ അച്ഛൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് അച്ഛൻ എന്തിനു വിശ്വാസമില്ല, പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഇവന് കാഴ്ച തിരിച്ചു കിട്ടുമെന്നൊന്നും അച്ഛന് ഒരിക്കലും വിശ്വാസം ഉണ്ടായിരുന്നില്ല. The only blind person birth's parents had in beggars. അല്ലെ, അത് നമ്മൾ വായിച്ചാണ്. അടുത്ത എന്താണ്, ഹിസ് ഫാദർ റീഡ് ഓൾ അവൈലബിൾ ലിറ്ററേച്ചർ ഓൺ ബ്ലൈൻഡ്നെസ്. അതുകൊണ്ട് തന്നെ ഫാദർ എന്ത് ചെയ്തിരുന്നു, അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ലിറ്ററേച്ചർ അല്ലെ, അന്ധന്മാരായിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ലിറ്ററേച്ചറുകളൊക്കെ അദ്ദേഹം നന്നായിട്ട് വായിച്ചുകൊണ്ടിരുന്നു. He learned almost all India's blind people had turned to begging for their livelihood. അപ്പൊ ഇദ്ദേഹം വായിച്ചിരുന്ന പുസ്തകങ്ങളിലൊക്കെ എങ്ങനെയാണ്, ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകള് ഭിക്ഷാടനം ചെയ്താണ് ജീവിച്ചിരുന്നതെന്നാണ് അദ്ദേഹം കൂടുതലായിട്ടും കണ്ടത്. ഓക്കെ, ദ ഫാക്ട് വാസ് നോട്ട് അക്സെപ്റ്റബിൾ ടു ഹിം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നില്ല, അദ്ദേഹത്തിന് ഈ മകൻ ഇങ്ങനെ ഒരു ഭിക്ഷാടന ആകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. He wanted his son to be just like any other normal child. അപ്പൊ അദ്ദേഹം എന്താഗ്രഹിച്ചു, കണ്ണ് കാണില്ലെങ്കിലും അവന്റെ കുട്ടി എങ്ങനെയായിരിക്കണം, മറ്റ് നോർമൽ ആയിട്ട് കാഴ്ചയുള്ള കുട്ടികളെ പോലെയൊക്കെ തന്നെ ഒരു നോർമൽ ചൈൽഡ് ആയിട്ട് വളർന്നു വരണമെന്നാണ് ഈ വേദ് മേത്തയുടെ പാരന്റ്സ്. 9th chapter, My son will not a beggar be. Okay, thank you. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായല്ലോ, 9th ചാപ്റ്ററിന് ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടോ കേട്ടോ. ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരെ ഒന്ന് ശ്രദ്ധിക്കുക. 9th ചാപ്റ്റർ ആണ്, ഇംഗ്ലീഷ് ആണ് നമ്മൾ എടുക്കണേ കേട്ടോ. 9th ചാപ്റ്റർ. ഓക്കെ, 9th ചാപ്റ്റർ. അപ്പൊ എല്ലാം ഇപ്പൊ ജോയിൻ ചെയ്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 9ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പാരന്റ്സിന് എന്തായിരുന്നു ആഗ്രഹം, എല്ലാ നോർമൽ ചൈൽഡിനെ പോലെ തന്നെയും അവരുടെ കുട്ടിയും ബിഹേവ് ചെയ്യണം അല്ലെ, പഠിക്കണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയിട്ട് തന്നെ ചെയ്യണമെന്നായിരുന്നു ഈ പാരന്റ്സിന്റെയും ആഗ്രഹം. അപ്പൊ അവരെന്ത് ചെയ്തു, he wrote too many institutions and organizations but none of them gave satisfactory replies. അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗ്രഹം എന്തായിരുന്നു, ഇവരുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഈ കുട്ടിയും മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നോർമൽ സ്കൂളിൽ പഠിക്കണം അല്ലെ, അവനെ പോലെ മറ്റുള്ളൊരു കുട്ടി ഒരു വ്യത്യാസമൊന്നും ഇല്ലാതെ ഇവൻ കാഴ്ചയില്ലാത്തവനാണ്, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇവനോട് ഉണ്ടാവാൻ പാടില്ല എന്ന് അവർക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെ, കുറെ അധികം അപേക്ഷകളൊക്കെ അവർ കൊടുത്തു, പക്ഷെ ആരും എന്താണ് ഈ വേദ് മേത്തയ്ക്ക് ബ്ലൈൻഡ് ആയതുകൊണ്ട് നോർമൽ പീപ്പിളിന്റെ കൂടെ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂളിൽ പഠിക്കാനായിട്ട് അവസരം കൊടുത്തിരുന്നില്ല. He continued his search for the right institution. അദ്ദേഹം എന്ത് ചെയ്തു, മേത്തയുടെ അച്ഛൻ അദ്ദേഹം ഡോക്ടർ ആണല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ അറിയാവുന്ന ആൾക്കാരെ കുറിച്ചിട്ട് അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു, ഒരുപാട് സ്കൂളുകളിലൊക്കെ അന്വേഷിച്ചു, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവനെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. ഫൈനലി he heard about Dada School for the Blind. അപ്പൊ അവസാനമാണ് അദ്ദേഹം ഒരു ബ്ലൈൻഡ് സ്കൂളിനെ കുറിച്ച് അദ്ദേഹം കേൾക്കുകയാണ്. എന്താണ് സ്കൂളിന്റെ പേര്, ദാദാ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന അന്ധവിദ്യാലയം അല്ലെ, ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിനെ കുറിച്ച് അദ്ദേഹം അറിയുകയാണ്. He wrote to the principal for advice. അദ്ദേഹം എന്ത് ചെയ്തു, അവിടുത്തെ പ്രിൻസിപ്പളിന് ഒരു ലെറ്റർ എഴുതി. Later വേദ് മേത്ത was sent to Bombay to attend the school. അങ്ങനെ പിന്നീട് എന്ത് ചെയ്തു, വേദ് മേത്ത ബോംബെയിലേക്ക് അയക്കപ്പെടുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ്, സ്കൂളിൽ ചേർന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്കൂളിലേക്ക് ഇവനെ കൊണ്ടുവിടുകയാണ്. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമ്മുടെ ഈ മൈ സൺ ബി നോട്ട് എ ബെഗർ ബി എന്നൊരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, ഇതൊരു സ്റ്റോറി ഒന്നുമല്ല, ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ കണ്ടന്റ് ആണ് കേട്ടോ. അതായത് ഒരാളുടെ ആത്മകഥയിൽ നിന്നും എഴുതിയിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അപ്പൊ ആത്മകഥ എന്ന് വെച്ചാൽ എന്തായിരിക്കും, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഈ കഥയിലും എങ്ങനെയാണ്, വേദ് മേത്ത എന്ന് പറയുന്ന ആ ഒരാള് അല്ലെ, അയാളുടെ ജീവിതത്തിൽ
ചെറുതായിരുന്നപ്പോ തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അപ്പൊ അയാളുടെ പാരന്റ്സ് അയാൾ ഒരു നോർമൽ ചൈൽഡിനെ പോലെ വളരണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷനിൽ അയക്കാൻ നോക്കും, പക്ഷെ ആരും അംഗീകരിക്കുന്നില്ല. അവസാനം ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ അവനെ ചേർത്ത് പഠിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കഥയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിയാൽ മതി, ഒരാളുടെ ലൈഫിൽ നടന്നിട്ടുള്ള അനുഭവത്തെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഇവിടെ ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, കുറെ ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ന്യൂ വേർഡ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, കാരണം നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്. ഈ വാക്കുകളൊക്കെ നമുക്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് വായിച്ചു നോക്കണമെന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പതിവ് പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ ചാപ്റ്ററിലെ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ഇത് ചാപ്റ്ററാണല്ലോ. അപ്പൊ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റിലുള്ള ഓരോ പാരഗ്രാഫുകളാണ്. ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ എത്രയുണ്ട്? 1 2 3 പാരഗ്രാഫ്സ് അല്ലെ. ഓക്കെ, 3 പാരഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, പേജ് നമ്പർ 79 ആണ് കേട്ടോ. പേജ് നമ്പർ 79-ല് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ സെർവൻസ് ട്രീറ്റ് ദ നരേറ്റർ? അപ്പോ ഇവിടെ വേദമേത്ത എന്ന് പറയുന്ന ആളാണ് അയാളുടെ സ്റ്റോറി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നരേറ്റർ എന്ന് വെച്ചാൽ ആരാണ്? കഥ പറയുന്നയാള് അല്ലെ. അയാളാണോ കഥ പറയുന്നത്, അയാളെയാണ് നമ്മൾ നരേറ്റർ എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ ഇവിടെ നരേറ്റർ ആരാണ്? ഇവിടെ വേദമേത്തയാണ് നരേറ്റർ അല്ലെ. അപ്പൊ ഇയാൾക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ വീട്ടിലെ സെർവൻസ് അല്ലെ, നല്ല ഡോക്ടറൊക്കെ ഉള്ള, അപ്പൊ വീട്ടിൽ നല്ല കാശുള്ള വീട്ടിലെ കുട്ടിയായിരിക്കും. അപ്പൊ വീട്ടില് സെർവൻസ് ഒക്കെ, ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെങ്ങനെയാണ് ഈ വേദമേത്തയോട് പെരുമാറിയിരുന്നത്? എങ്ങനെയാണ്? ആൻസർ എന്താ എഴുതുക? The servants' attitude towards the author was not good അല്ലെ. അപ്പൊ ഇവിടെ സെർവൻസ്, വീട്ടിലെ ജോലിക്കാരുടെ മനോഭാവം അത്ര നല്ലത് ആയിരുന്നില്ല. ഓക്കെ, അപ്പൊ എങ്ങനെയായിരുന്നു? They treat the author, he was an evil eyed. അപ്പൊ അവിടുത്തെ ജോലിക്കാർ എങ്ങനെയായിരുന്നു? ഈ കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് അവൻ ഒരു ഈവിൾ ഐഡ് അല്ലെ, അതായത് ഒരു ദുഷ്ട ശക്തി അല്ലെങ്കിൽ ദുഷ്ടനായ ഒരു കണ്ണ് അല്ലെ, പിശാചിന്റെ കണ്ണെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഈവിൾ ഐ എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഒരു ചീത്ത കുട്ടി അല്ലെങ്കിൽ ഒരു ദുശ്ശകുനം പോലെയൊക്കെയാണ് ഈ വേദമേത്തയെ അവിടുത്തെ സെർവൻസ്, ഇവരുടെ ജോലിക്കാര് കണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വാസ് ദ ഓതേഴ്സ് മദർ ആൻഡ് സിസ്റ്റേഴ്സ് ബിഹേവിയർ? അപ്പൊ നമ്മുടെ വേദമേത്തയ്ക്ക് അമ്മ മാത്രമല്ല, പിന്നെ ഒരു സിസ്റ്ററും ഉണ്ട്, അതുപോലെ തന്നെ അച്ഛനും ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എങ്ങനെയാണ്? His sister treated him with a care like a fragile doll. His mother always wept for him. അപ്പോ അവരുടെ സിസ്റ്റർ ആയിട്ടുള്ള ആളെങ്ങനെയാണ്? അവര് ഒരു പാവ അല്ലെങ്കിൽ ഒരു കളിപ്പാവയെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഈ വേദമേത്തയെ ട്രീറ്റ് ചെയ്തിരുന്നത്. അമ്മ എങ്ങനെയാണ്? അമ്മ എപ്പോഴും ഈ കുട്ടിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഓരോരുത്തരും ആ വീട്ടിലുള്ളവര് ഇവരോട് എങ്ങനെ പെരുമാറി എന്നതാണ് ചോദ്യങ്ങളിൽ ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പാസേജ് 2 ആണ്. പാസേജ് 2-നെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. വാട്ട് ഡിഡ് ദ പണ്ഡിറ്റ്സ് അഡ്വൈസ് ഹെയർ ടു ഡു? ഇനി ഇവിടുത്തെ പണ്ഡിറ്റ് എന്താണ് പറഞ്ഞു കൊടുത്തത് അല്ലെ. അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞല്ലേ, അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കുമായിരുന്നു എന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി. അപ്പൊ പണ്ഡിറ്റ് എന്താണ് അമ്മയോട് പറഞ്ഞത്? The Pandit advised her to do intensive prayers. ആ പണ്ഡിറ്റ് എന്ത് പറഞ്ഞു കൊടുത്തു? നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലെ, ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. Strenuous physical exercises, അതുപോലെ തന്നെ നന്നായിട്ട് ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്ത്, അതുപോലെ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഈ പണ്ഡിറ്റ് അഡ്വൈസ് കൊടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? What did the mother do when Dr. Father was hopeless about the author? അപ്പോ ഇവരുടെ മദർ എന്ത് ചെയ്തു? ഡോക്ടർ ആയിട്ടുള്ള അച്ഛൻ എന്താണ്? ഇവരുടെ പ്രാർത്ഥനയിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ല അല്ലെ. പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്നൊക്കെ അച്ഛന് നന്നായിട്ട് അറിയാം. ബിക്കോസ് എന്താണ്? ഹീസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടർ ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഹിസ് മദർ കോൾഡ് അപ്പ് ഫാമിലി പണ്ഡിറ്റ് ഹു അഡ്വൈസ് ഹിയർ മെനി റിലീജിയസ് സെറിമണി ടു ഗെറ്റ് സൺസ് ഐസൈറ്റ് ബാക്ക്. അപ്പൊ ഈ അമ്മ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഒരുപാട് പണ്ഡിറ്റുകൾ അല്ലെങ്കിൽ തന്ത്രിമാരെയും അതുപോലെ തന്നെ പൂജാരികളുടെ ഒക്കെ അടുത്ത് പോയിട്ട്
ഒരുപാട് പ്രാർത്ഥനയും വഴിപാടൊക്കെ നടത്തുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? അവന്റെ മകനുടെ കാഴ്ച തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തത്. അപ്പൊ അവരുടെ അച്ഛൻ അങ്ങനെയായിരുന്നു. ഇതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ട് അദ്ദേഹം കൂടുതൽ ചികിത്സയൊക്കെ കൊടുത്തുകൊണ്ടാണ് മകന് കണ്ണിന് കാഴ്ച കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. whom did she called for consultation? അപ്പോ ആരെയാണ് അല്ലെ മകന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ ആരെയാണ് സമീപിച്ചത്? she called the family pandit for consultation. അവരാരെയാണ് വിളിച്ചത്? അവരുടെ ഫാമിലിയിലെ ഒരു പൂജാരി അല്ലെങ്കിൽ പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല സ്വാമിമാരെയൊക്കെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ പണ്ഡിറ്റ് എന്ന് പറയുക. ഓക്കെ, she called the family pandit for consultation. ഫാമിലിയിലുള്ള ഒരു പൂജാരിനെയാണ് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ഹാംകിൻസ് പ്രിസ്ക്രൈബ് ഫോർ ഹിം? നെയിം 2 things. അല്ലെ, ഹാംകിൻസ് വെച്ചാൽ ആരാണ്? മന്ത്രിമാര് അല്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ സ്വാമിമാര്, സന്യാസി വര്യന്മാര് അല്ലെ, അവരെയൊക്കെ തന്നെയാണ് ഈ ഹാക്കിംസും എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഹാക്കിംസ് എന്താണ് അമ്മയോട് പറഞ്ഞു കൊടുത്തത്? ഓൾ ടൈപ്പ് ഓഫ് കോൺകോട്ടഡ് ഡ്രോപ്സ് ആൻഡ് സുർമാസ്. അപ്പൊ എല്ലാ തരത്തിലുള്ള ഔഷധങ്ങളും അല്ലെ, നമ്മള് ആയുർവേദത്തിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ ഔഷധങ്ങളൊക്കെ നമ്മൾ കണ്ണിലൊഴിക്കുക അല്ലെ, അങ്ങനത്തെ കുറെ ചികിത്സകളൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രാർത്ഥനയും അതുപോലെ തന്നെ ഇങ്ങനെ കുറെ കുറെ ഡ്രോപ്സുകൾ അല്ലെ, കണ്ണിലൊഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറെ ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അമ്മയോട് ഇവര് ഉപദേശിച്ചു കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡിഡ് ദ മദർ കീപ്സ് തിങ്സ് സീക്രട്ട്? അല്ലെ, അമ്മ എങ്ങനെയാണ് ഇവര് പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ മന്ത്രിമാരും തന്ത്രിമാരൊക്കെ ഈ പൂജാരികളൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ വളരെ സീക്രട്ട് ആയിട്ട് വച്ചത്? എങ്ങനെയാണ്? The author's mother had to keep these methods secret. ഈ തന്ത്രിമാരൊക്കെ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ഈ സന്യാസിമാരൊക്കെ ഉപദേശിച്ചു കൊടുത്ത ഈ സീക്രട്ടുകൾ അല്ലെ, അല്ലെങ്കിൽ ഈ കണ്ണിൽ ഇങ്ങനെ ഒഴിക്കണം, അങ്ങനത്തെ എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, ഒരുപാട് പൂജകളും വഴിപാടുകളൊക്കെ നടത്തണം, അപ്പൊ കണ്ണിന് കാഴ്ച കിട്ടും എന്നൊക്കെയാണ് ഇവർ ഉപദേശിച്ചു കൊടുത്തത് അല്ലെ. അപ്പൊ അമ്മ ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു? വളരെ സീക്രട്ട് ആയിട്ടാണ് അവര് സൂക്ഷിച്ചത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിസ് ഫാദർ ഡസ് നോട്ട് ലൈക്ക് സച്ച് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്തുകൊണ്ടാണ്? അവരുടെ അച്ഛൻ, വേദമേത്തയുടെ അച്ഛന് ഡോക്ടർ ആയതുകൊണ്ടും അദ്ദേഹം ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള വിശ്വാസങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അല്ലെ. ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്, പ്രാർത്ഥനയും വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച കിട്ടും എന്നൊരു വിശ്വാസവും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അമ്മ അച്ഛൻ അറിയാതെയാണ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റും പ്രാർത്ഥനയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? വാട്ട് ഈസ് സുർമാസ്? അല്ലെ, സുറുമ ഉപയോഗിക്കണമെന്ന് പണ്ഡിറ്റ് പറഞ്ഞു കൊടുത്തു അല്ലെ. ഈ സുറുമ എന്ന് വെച്ചാൽ എന്താണ് സുറുമ? സുർമാസ് ആർ ദ ടൈപ്പ് ഓഫ് ഗ്രീക്ക് ആൻഡ് യുനാനി മെഡിസിൻസ് അല്ലെ. യുനാനിയിലുള്ള ഒരു മെഡിസിൻ ആണ് ഈ സുറുമ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ഈസ് യൂസ്ഡ് ടു ഡ്രോപ്പ് ഇൻ ദ ഐസ്. കണ്ണിൽ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രോപ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തൊരു പാരഗ്രാഫ് ആണ്, അടുത്ത ബേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇച്ചിരി വലിയൊരു പാരഗ്രാഫ് ആണ്. അപ്പൊ അതിനകത്തെ ക്വസ്റ്റ്യൻസും കുറച്ചും കൂടെ നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെ 1 വേർഡ് അല്ല, കുറച്ചും കൂടെ 2 or 3 സെന്റൻസിൽ എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ ഓതേഴ്സ് ഫാദർ റീഡ് ഫോർ ബ്ലൈൻഡ് പേഴ്സൺ ഇൻ ദ ലിറ്ററേച്ചർ? അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛനൊരു ഡോക്ടർ ആയിരുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡോക്ടർ ആയിട്ടുള്ള അച്ഛൻ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള മകന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയത്? എന്തൊക്കെ കാര്യങ്ങളാണ്? Author's father read all available literature on blindness. അപ്പോ ഈ ഓദറിന്റെ അച്ഛൻ, അതായത് വേദമേത്തയുടെ അച്ഛൻ ഡോക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ ലിറ്ററേച്ചേഴ്സും അല്ലെ, എല്ലാ ബുക്സും, എല്ലാ ഭാഷയിലുള്ള സാഹിത്യങ്ങളും വായിച്ച് മനസ്സിലാക്കിയിരുന്നു അല്ലെ. ആരെ കുറിച്ചുള്ളതാണ്? ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചുള്ളത് അല്ലെ. പിന്നെ എന്താണ്? And they found that almost all blind people in India had turned to begging for, had become owners of pan and beery shops and spent their days rolling nuts and condiments in a billet leaf or tobacco in a cigarette paper. അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ വായിച്ച പുസ്തകങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതലും ബെഗിങ്ങിന് അല്ലെ, അല്ലെങ്കിൽ ഭിക്ഷ യാചിച്ചാണ് അവര് ജീവിച്ചിരുന്നത് അല്ലെ. അതുപോലെ തന്നെ എന്തുണ്ട്? മെറ്റൽ ലീഫ് അല്ലെ, അതുപോലെ നമ്മുടെ വെറ്റില, അടയ്ക്ക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തിയൊക്കെയാണ് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടും ജീവിച്ചിരുന്നതെന്നാണ് അച്ഛൻ വായിച്ച സാഹിത്യ പുസ്തകങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്ത് പേടിയുണ്ടായിരുന്നു? തന്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള മകനും
ഒരു ഭിക്ഷക്കാരനായി പോകുമോ, അങ്ങനെ ജീവിക്കേണ്ട വരുമോ എന്നൊരു പേടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെ. കാരണം എന്താണ്, മറ്റുള്ള ആളുകളെ പോലെ നമുക്ക് ജോലി എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അല്ലെ, ബ്ലൈൻഡ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആളുകളെ പോലെ അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പേടി അച്ഛന്റെ മനസ്സിലേക്ക് വന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് കൈൻഡ് ഓഫ് സ്കൂളിംഗ് വെയർ അവൈലബിൾ ഫോർ ബ്ലൈൻഡ് പീപ്പിൾ? ഈ കണ്ണ് കാണാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള സ്കൂളിംഗ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് അവൈലബിൾ ആയിട്ടുള്ളത്? അവർക്ക് എന്ത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കിട്ടുന്നത്? ലിമിറ്റഡ് ഫെസിലിറ്റീസ് വെയർ അവൈലബിൾ ഫോർ ബ്ലൈൻഡ് പീപ്പിൾ അല്ലെ. കണ്ണു കാണാത്ത കുട്ടികൾക്ക് നോർമൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അവർക്ക് വേണ്ടിയിട്ട് എന്താണ്, സ്പെഷ്യൽ ബ്ലൈൻഡ് സ്കൂളുകൾ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള സ്കൂളുകളിൽ മാത്രമാണ് പഠിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അവർ പഠിക്കുന്ന ലിപി ഏതാണ്? ബ്രെയിൽ ലിപി അല്ലെ. ബ്രെയിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപിയിലാണ് അവർ കണ്ണ് കാണാത്ത ആളുകളൊക്കെ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സ്കൂൾസ് ബിക്കം സെമി അസൈലം വിത്ത് ഓൾ ഏജസ് ഗ്രൂപ്പ് ടുഗദർ അല്ലെ. അപ്പൊ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നോർമൽ കുട്ടികളുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്ലൈൻഡ് സ്കൂളുകളുണ്ട്. അവർ പഠിക്കുന്നത് ബ്രെയിലി ലിപിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. What did father know to see about his son to be? അല്ലെ, ഈ ഫാദർ ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ച് ചികിത്സയൊക്കെ നടത്തിയിട്ടും ഫാദറിന് അറിയാമായിരുന്നു അല്ലെ, ഡോക്ടർ ആയതുകൊണ്ട് കണ്ണിന് കാഴ്ച കിട്ടുന്ന ചാൻസ് വളരെ കുറവാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത്? ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം, എന്താണ്? The father does not want his son to be a beggar. അദ്ദേഹത്തിന്റെ മകൻ ഒരിക്കലും ഒരു ഭിക്ഷക്കാരനായി പോകരുത് എന്ന് മാത്രമാണ് ഈ ഫാദർ ആഗ്രഹിച്ചിരുന്നുള്ളൂ അല്ലെ. അത് തന്നെയാണ് എന്ത്, നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ടൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് തന്നെയാണ് ചാപ്റ്ററിന്റെ ടൈറ്റിൽ അല്ലെ. അപ്പൊ ഈ ഫാദർ ആഗ്രഹിച്ചും എന്ത് തന്നെയാണ്, ദ ഫാദർ ഡസ് നോട്ട് വാണ്ട് ഹിസ് സൺ ടു ബി എ ബെഗർ. അവരുടെ മകൻ ഒരിക്കലും ഒരു ബെഗർ ആയി പോകരുത് തന്നെയാണ് ഫാദറും ആഗ്രഹിച്ചത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഹൗ ഡസ് എ ബ്ലൈൻഡ് പേഴ്സൺ അണ്ടർസ്റ്റാൻഡ് ആൻഡ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ? എങ്ങനെയാണ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടി എങ്ങനെയാണ് നേച്ചറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഭംഗി ആസ്വദിക്കുന്നത്? എങ്ങനെയാണ്? ഫോർ എ ബ്ലൈൻഡ് പേഴ്സൺ, ഒരു കണ്ണ് കാണാത്ത ആളുകൾക്ക് എങ്ങനെയായിരിക്കും? ദ നേച്ചർ ഈസ് എ പ്ലേസ് വിത്തൗട്ട് ദ ഫ്ലഡ് ഓഫ് സൺ അല്ലെ. നേച്ചർ എങ്ങനെയാണ്? ഫ്ലഡ് അല്ലെ, അവിടെ സൂര്യൻ ഉണ്ടാവില്ല, അവിടെ പൂക്കളോ അങ്ങനെ മധുരമുള്ള ഒരു കാഴ്ചകളും അവരുടെ ലോകത്ത് ഉണ്ടാവില്ല അല്ലെ. പിന്നെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? The blind does not understand them by sight with the remaining senses. അവർക്ക് കണ്ണിന്റെ കാഴ്ച കൊണ്ട് അതൊന്നും അറിയാൻ പറ്റില്ല. അവർ തൊട്ട് മാത്രമാണ് പൂക്കളെയൊക്കെ അറിയുക അല്ലെ. അവരുടെ കളർ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണെന്ന് അറിയാം, പക്ഷെ അവർക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റില്ല. They feel the warmth of the sun against the skin. അവർക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? സൂര്യനെ കാണാൻ പറ്റില്ല, പക്ഷെ സൂര്യന്റെ പ്രകാശം അവർക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ്? They feel the warmth of the sun against the skin. അവരുടെ സ്കിന്നില് സൂര്യന്റെ വെട്ടമടിക്കുമ്പോൾ അവർക്ക് ആ ഒരു സൂര്യന്റെ ചൂട് അറിയാനായിട്ട് പറ്റും. The slow drizzling sound of the spattering rain അല്ലെ, മഴ പെയ്യുമ്പോൾ അതിന്റെ സൗണ്ട് കേൾക്കാം, മഴത്തുള്ളികൾ അവർക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. The feel of the air just before the coming of the quiet night അല്ലെ, രാത്രിയിൽ നല്ല തണുത്ത കാറ്റ് വീശുന്നത് അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. The smell of the grass on a warm morning അല്ലെ, രാവിലെ നല്ല മഞ്ഞത്തുള്ള ആ ഒരു മണം അല്ലെ, മഞ്ഞിന്റെ അല്ലെങ്കിൽ നല്ല പൂവൊക്കെ വിരിയുന്ന ആ ഒരു സ്മെല്ലൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിള്, അവർക്ക് കാണാനായിട്ട് പറ്റിയില്ലെങ്കിലും അതിന്റെയൊക്കെ തൊട്ടറിഞ്ഞ് അല്ലെങ്കിൽ അതിനെ കേട്ട് അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അനുഭവപരമായിട്ടുള്ള അവസ്ഥയാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിളിന് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡിഡ് ദ ഓതേഴ്സ് ഫാമിലി റിയാക്ട് ടു ഹിസ് ബ്ലൈൻഡ്നെസ്? വാട്ട് സ്റ്റെപ്സ് ഡിഡ് ദേ ടുക്ക് ടു ഹെൽപ് ദ ചൈൽഡ്? ഇവിടെ നമ്മൾ ഓൾറെഡി വൺ വേർഡിൽ ഒരു കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ കുട്ടിയുടെ വീട്ടിലുള്ള ആളുകൾ, ഫാദറും മദറും അതുപോലെ തന്നെ വേലക്കാർ അല്ലെ, വീട്ടിലെ സെർവൻസ് ഒക്കെ എങ്ങനെയാണ് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയോട് പെരുമാറിയുന്നത് എങ്ങനെയാണ്? വേദ്മേത്ത ബിക്കം ബ്ലൈൻഡ് അറ്റ് ദ ഏജ് ഓഫ് 3.5. 3.5 വയസ്സുള്ളപ്പോഴാണ് ഈ കുട്ടി ബ്ലൈൻഡ് ആയിട്ട് മാറുന്നത്. പിന്നെ എങ്ങനെയാണ്? ഡ്യൂ ടു എ പ്രൊലോങ്ഡ് അറ്റാക്ക് ഓഫ് മെനിഞ്ചൈറ്റിസ്. എങ്ങനെയാണ്? മസ്തിഷ്ക വീക്കം അല്ലെ, മെനിഞ്ചൈറ്റിസ് വന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പിന്നെ എന്താണ്? ദ സെർവൻസ് അവോയ്ഡഡ് ഹിം ആസ് ഇഫ് ഹി വാസ് ആൻ ഈവിൾ ഐ പേഴ്സോണിഫൈഡ്. അപ്പൊ ഇവിടുത്തെ സെർവൻസ് എങ്ങനെയായിരുന്നു? ഈ കുട്ടി ഒരു ഈവിൾ ആയിട്ട് അല്ലെ, ഒരു ദുശകുനം പോലെയാണ്
സെർവൻസ് ഈ കുട്ടീനെ കണ്ടിരുന്നത്. പിന്നെ ആര് കണ്ടു? ഹിസ് സിസ്റ്റേഴ്സ് ട്രീറ്റഡ് ഹിം വിത്ത് എ കെയർ ലൈക്ക് എ ഫ്രജൈൽ ഡോഗ് അല്ലെ. ഇവരുടെ സഹോദരിമാർ എങ്ങനെയാണ് കണ്ടിരുന്നത്? സഹോദരിമാര് ഇവരെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള കെയറിങ്ങോട് കൂടി ഒരു പാവക്കുട്ടിയെ കൊണ്ടു നടക്കുന്നത് പോലെയാണ് ഈ ഒരു കുട്ടിയെ, ബ്ലൈൻഡ് ആയിട്ടുള്ള അനിയനെ സിസ്റ്റേഴ്സ് കൊണ്ടു നടന്നത്. മദർ എങ്ങനെയായിരുന്നു? മെനി റിലേറ്റീവ്സ് വിസിറ്റഡ് ദ ഫാമിലി ടു സിംപതൈസ് വിത്ത് ഇറ്റ്. അതുപോലെ തന്നെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ അവരെന്താ ചെയ്യുള്ളൂ? അവര് സിമ്പതിയാണ് അല്ലെ, കണ്ണു കാണാത്ത കുട്ടി എന്നുള്ള ഒരു സിമ്പതി മാത്രമാണ് വേദ് മേത്തയോട് മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നത്. Mehta's father was a trained doctor in a government public health department. He helped his son by providing the best medical assistance and with medical treatment. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫാദർ അല്ലെ, മേത്തയുടെ ഫാദർ ഒരു ഡോക്ടർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ട്രീറ്റ്മെന്റിൽ അല്ലെ, ട്രീറ്റ്മെന്റ് ചെയ്ത് കുട്ടിക്ക് കാഴ്ച കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. His mother was very superstitious and hence went before the Pandits and Hakims to find any remedy for improving Veda's eyesight. അമ്മ എങ്ങനെയായിരുന്നു? അമ്മ കുറച്ചും കൂടി മതത്തിൽ അല്ലെങ്കിൽ ദൈവങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ നടത്തിക്കൊണ്ട് മകന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു. Finally, Veda's father decided to send him to a school for the blind in Bombay, as the principal Dr. R.H. Halder had promised special care for Veda there. അപ്പോൾ അവസാനം അവന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയില്ലെങ്കിലും മകനെ നന്നായിട്ട് നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ പാരന്റ്സ് എന്ത് ചെയ്തു? അവനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബോംബെയിലുള്ള ബ്ലൈൻഡ് സ്കൂളിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫാമിലി മെമ്പേഴ്സിന് ഉണ്ടായിരുന്ന ഒരു മെന്റാലിറ്റി സെർവൻസിന്, റിലേറ്റീവ്സിന്, മദറിന്, ഫാദറിന്, സിസ്റ്ററിനും എങ്ങനെയാണെന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡിഡ് ദ റൈറ്റർ മിസ് വെൻ ഹി ലോസ്റ്റ് ഹിസ് സൈറ്റ്? അല്ലെ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണണമെന്ന് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയാണ്? ദ കളേഴ്സ് ഓഫ് ദ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് അല്ലെ. ഇതൊരു പൂക്കള് മഞ്ഞയാണ്, ഇത് പച്ചയാണ്, ചുമപ്പാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ആ കളർ അല്ലെ? ഈ ബട്ടർഫ്ലൈനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ഈ ഭംഗി എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ എന്തൊക്കെയാണ്? ദ കളേഴ്സ് ഓഫ് ദ ബേർഡ് അല്ലെ, പക്ഷികളുടെയൊക്കെ കളർ എങ്ങനെയാണെന്ന്, ആൻഡ് ബട്ടർഫ്ലൈസ് അല്ലെ, ബട്ടർഫ്ലൈസ് ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എന്താണ്? ഒരു കോട്ട് അല്ലെ, ഇതിനകത്തൊരു കോട്ട് പറയുന്നുണ്ട്. ദ റൈറ്റർ സേസ് ഇറ്റ് വാസ് എ യൂണിവേഴ്സ് വേർ അറ്റ് ഫസ്റ്റ് ബട്ട് ഓൺലി അറ്റ് ഫസ്റ്റ് മെയ്ഡ് മൈ വേ ഹംബ്ലിംഗ് ആൻഡ് ഫ്ലാറ്ററിംഗ്. വാട്ട് ഡസ് ഹി മീൻ വെൻ ഹി സേസ് ബട്ട് ഓൺലി അറ്റ് ഫസ്റ്റ്? ഇവിടെ ഈ ഒരു കോട്ടില് അദ്ദേഹം ബട്ട് ഓൺലി അറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? ബട്ട് ഓൺലി അറ്റ് ഫസ്റ്റ് എന്ന ഒരു വാക്കുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? He learned to manage his daily life though he was blind. എങ്ങനെയാണ്? അദ്ദേഹത്തിന് കാഴ്ചയില്ലെങ്കിലും അദ്ദേഹത്തിന് ഓരോ ദിവസവും മാനേജ് ചെയ്യാൻ അല്ലെ, ഓരോ ദിവസവും കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് അദ്ദേഹം ബട്ട് ഓൺലി അറ്റ് ഫസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Was the writer's father happy that so many relatives came to sympathize with them that their son has gone blind? അല്ലെ, അദ്ദേഹത്തിന്റെ അച്ഛന് വളരെ സന്തോഷമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കാര്യത്തിലാണ്? തന്റെ ബ്ലൈൻഡ് ആയിട്ടുള്ള മകനെ കാണാൻ റിലേറ്റീവ്സ് ഒക്കെ വരുന്നു, അവര് സിമ്പതൈസ് ചെയ്യുന്നു അല്ലെ. പാവം കുട്ടിയാണല്ലോ, ബ്ലൈൻഡ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ സിമ്പതി കാണിക്കുന്നത് ഫാദറിന് ഇഷ്ടമായിരുന്നു അല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇഷ്ടമായിരുന്നു? നോ അല്ലെ. ആൻസർ എന്താണ്? നോ. He asked for a transfer to get away from them അല്ലെ. അപ്പോ ഈ സിമ്പതി കാണിക്കുന്ന ആളുകളുടെ അടുത്ത് നിന്നൊക്കെ മാറി ഒന്ന് താമസിക്കാനായിട്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചു. ഓക്കെ, അടുത്ത എന്താണ്? കോളം എ ഹാസ് എ നെയിം ഓഫ് പീപ്പിൾ ഇൻ ദ സ്റ്റോറി. കോളം ബി ഡിസ്ക്രൈബ് ദെയർ ഫീലിംഗ്സ് അബൌട്ട് ദ ബ്ലൈൻഡ് ബോയ്. മാച്ച് ദ ടു. അപ്പൊ ഈ ഒരു മാച്ച് ദ ഫോളോയിങ് നമ്മളോട് മോഡൽ എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ്? ഈ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ബോയിയോട് എങ്ങനെയാണ് മെന്റാലിറ്റി, അവരെങ്ങനെയാണ് അവരെ നോക്കി കണ്ടിരുന്നത്, ആ ഒരു കാര്യമാണ് കോളം ബിയിൽ കൊടുത്തിരുന്നത്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിന്റെ സ്വഭാവവുമായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു അല്ലെ, ഓരോ ആൾക്കാരും ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് ആരാണ്?
ദ മദർ അല്ലെ, അമ്മ എങ്ങനെയാണ് മോനെ ട്രീറ്റ് ചെയ്തിരുന്നത്? എങ്ങനെയാണ്? ക്രൈഡ് ഓൾ ദ ടൈം അല്ലെ, അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് പൂജകളൊക്കെ നടത്തുന്ന ഒരു അമ്മേനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇനി ഇവന്റെ സിസ്റ്റേഴ്സ് എങ്ങനെയായിരുന്നു? വേദനയുടെ സിസ്റ്റേഴ്സിന്റെ ഫീലിങ്സ് എന്തായിരുന്നു? ട്രീറ്റഡ് ഹിം ലൈക്ക് എ ഡെലിക്കേറ്റഡ് ഡോ അല്ലെ, ഒരു പാവക്കുട്ടിയെ കൊണ്ട് നടക്കുന്നത് പോലെയാണ് സിസ്റ്റേഴ്സ് ഈ വേദ്മേത്ത ബ്ലൈൻഡ് കുട്ടിനെ കൊണ്ട് നടന്നിരുന്നത്. ഇനി ഫാദറിന്റെ മെന്റാലിറ്റി എങ്ങനെയായിരുന്നു? ഫാദർ എങ്ങനെയായിരുന്നു? ഹാർഡ് ലിറ്റിൽ ഹോപ്പ് ദാറ്റ് he would see again. അപ്പൊ ഫാദർ ഒരു ഡോക്ടർ ആയതുകൊണ്ടും അദ്ദേഹത്തിന് പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ ട്രീറ്റ്മെന്റും അദ്ദേഹം മോന് കൊടുക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് വിശ്വാസം ഉണ്ടായിരുന്നു? ഹാർഡ് ലിറ്റിൽ ഹോപ്പ് ദാറ്റ് he would see again അല്ലെ, ഒരിക്കൽ കൂടി തന്റെ മകന് കണ്ണിന് കാഴ്ച കിട്ടും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ആരാണ്? ദ സെർവൻസ് അല്ലെ, സെർവൻസ് അവിടുത്തെ ജോലിക്കാരുടെ മെന്റാലിറ്റി എങ്ങനെയായിരുന്നു? though he was evil or harmful, അവരെങ്ങനെയാണ്? അവർ വിചാരിച്ചിരുന്നത് തോട്ട് ഹി വാസ് ഈവിൾ, അത് ഒരു ദുശകുനം അല്ലെങ്കിൽ അത്ര മോശമായിട്ടുള്ള ഒരു ആളാണ് ഈ കുട്ടി എന്നാണ് വിചാരിച്ചിരുന്നത് അല്ലെ, അത്ര കൊള്ളില്ലാത്തത്, കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ട് ഒരു ദുശകുനം പോലെയാണ് അവിടുത്തെ സെർവൻസ് അവനെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ആ ക്യാരക്ടേഴ്സും അതിന്റെ അവരുടെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കുട്ടീനെ നോക്കി കണ്ടിരുന്നത് എന്നുള്ളൊരു മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഹൗ ഡിഡ് വേദ്സ് ഫാദർ റിയാക്ട് ടു ദ സിറ്റുവേഷൻ? ടിക്ക് ദ റൈറ്റ് ആൻസർ അല്ലെ. ഇനി വേദ്മേത്തയുടെ ഫാദർ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് പ്രതികരിച്ചത്? എങ്ങനെയാണ് ചോദിച്ചത്? എങ്ങനെയാണ് പ്രതികരിച്ചത്? ഹി വാസ് ഹാപ്പി, ഹി വാസ് ഓപ്റ്റിമിസ്റ്റിക്, ഹി വാസ് അഫ്രൈഡ്, ഹി അക്സെപ്റ്റഡ് ദ സിറ്റുവേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു? ഹി വാസ് ഓപ്റ്റിമിസ്റ്റിക് അല്ലെ, അദ്ദേഹത്തിന് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അല്ലെ, കണ്ണിന് കാഴ്ച എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഒക്കെ മോന് കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആൻസർ എന്താണ്? അദ്ദേഹത്തിന്റെ ഫീലിങ്സ് എന്താണ്? ഹി വാസ് ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയാം. ഓപ്റ്റിമിസം എന്താണ്? ശുഭാപ്തി വിശ്വാസം അല്ലെ. അപ്പൊ ഹി വാസ് ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയാം. ഓക്കെ, ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ വരുന്നത് ഗ്രാമർ സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമ്മള് ഈ 9ാമത്തെ ചാപ്റ്റർ മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ ബി എന്ന് കഴിഞ്ഞു. കഥ എന്താണെന്ന് കണ്ടന്റ് ആണ്, അതായത് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗമാണ് കേട്ടോ. അതുകൊണ്ട് സ്റ്റോറി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടി അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ മദറിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഇത് ഒന്ന് വായിച്ചു നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ ഡിസ്കസ്. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലല്ലോ. ഓ, 19th ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ലല്ലോ. ഏത് ക്വസ്റ്റ്യനാ? 19. എല്ലാ ക്വസ്റ്റ്യനും പറഞ്ഞില്ലേ? ഇനി ഏതെങ്കിലും പറയാനുണ്ടോ? ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞതാ, ഗ്രാമറിന്റെ മേലുള്ള ക്വസ്റ്റ്യൻ. ഒരെണ്ണം കൂടെ. സോറി കേട്ടോ. അപ്പോ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, പറയാം. വേദാസ് മദർ പുട്ട് ഹിം ത്രൂ സെവറൽ ടെസ്റ്റസ്. വാട്ട് വേർ ദേ? അപ്പൊ വേദ്മേത്തയുടെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു? കുറച്ച് പ്രാർത്ഥനയും അങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ ഫാദറിന് കൂടുതലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു, പക്ഷെ അമ്മ കുറച്ചും കൂടെ പ്രാർത്ഥനയും അതുപോലെ ട്രീറ്റ്മെന്റും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവര് അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്? എന്തൊക്കെയാണ്? ഷീ shook her hand vigorously, asked whether the lights were on or off അല്ലെ. അപ്പൊ അവരെന്താണ് ചെയ്തിരുന്നത്? പല പല ടെസ്റ്റുകൾ ചെയ്തു. കണ്ണിന് കാഴ്ച കിട്ടും, കാഴ്ച എത്രത്തോളം വരും, അങ്ങനെ പല എന്താണ് പ്രാർത്ഥനകൾ നടത്തും. അതുപോലെ തന്നെ നമ്മൾ കണ്ണിന്റെ സുറുമയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, അതൊരു മരുന്ന് പോലെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും അവർ മാറി മാറി ട്രൈ ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഉള്ളൂ. പിന്നെ നമ്മൾ നിങ്ങൾക്ക് ഗ്രാമറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകൂടെ റീഡ് ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാം കേട്ടോ. പഠിച്ചു കഴിഞ്ഞിട്ട് ക്ലാസ് കഴിയുമ്പോൾ വായിച്ചു നോക്കിയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 9ാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് 10ാമത്തെ ചാപ്റ്റർ ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ മുമ്പ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്. പോയിന്റ്സ് ഒക്കെ നമ്മൾ ആദ്യമേ കവർ ചെയ്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് എടുത്തിട്ടുള്ളതാണ്.
അപ്പോ മറന്നുപോയിട്ടുള്ളവർ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് 11ാമത്തെ ചാപ്റ്റർ ആണ്. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എക്സാമിന് ഇല്ലാത്ത ചാപ്റ്റർ ആണ്. ഇനി അടുത്തടുത്ത് ഇഫ് ഐ വെയർ യു എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ചാപ്റ്റർ 12 ആണ് എടുക്കാൻ പോകുന്നത്. ഇഫ് ഐ വെയർ യു എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, എല്ലാവരും 12ാമത്തെ ചാപ്റ്റർ എടുക്കുക കേട്ടോ. ചാപ്റ്റർ 12 ആണ് എടുക്കുന്നത്. 9 കഴിഞ്ഞിട്ട് 10ാമത്തെ ചാപ്റ്റർ എടുത്തതാണേ. അതുകൊണ്ടാണ് 11ാമത്തെ ചാപ്റ്റർ നമുക്ക് എക്സാമിന് ഇല്ല. ഇനി നമുക്ക് 12ാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഇഫ് ഐ വെയർ യു എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഓക്കെ. ഇഫ് ഐ വെയർ യു എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് നോക്കാം. ചെറിയൊരു ചാപ്റ്റർ ആണ്, വേഗം ഒന്ന് നോക്കാം. ജെറാഡ് ഇസ് എ കൾച്ചേർഡ് പ്ലേ റൈറ്റ്. അദ്ദേഹം ഒരു ആരാണ്? ഇതിനകത്ത് ഒരു നാടകത്തിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. നാടകം എഴുതുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ജെറാഡ് ഈസ് എ കൾച്ചേർഡ് പ്ലേ റൈറ്റ്. He lives in a small cottage. He was about to go somewhere, but before he does so, an intruder enters his cottage. അപ്പൊ എന്താണ് പറയുന്നത്? ജെറാഡ് എന്ന് പറയുന്ന ഒരു നാടകകൃത്ത്, അയാൾ എവിടെയാണ് താമസിക്കുന്നത്? ഒരു ചെറിയൊരു കുടിലാണ്. അത്ര വലിയ കാശുള്ള വലിയ ഇതൊന്നും അല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയൊരു കുടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഒരു ദിവസം അദ്ദേഹം എവിടെയോ ഒന്ന് പുറത്തേക്ക് പോവാനായിട്ട് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു അപരിചിതൻ കയറി വരികയാണ് കേട്ടോ. പെട്ടെന്ന് ആരോ ഒരാൾ, ഇൻട്രൂഡർ എന്ന് വെച്ചാൽ തടസ്സപ്പെടുത്തുക, അപരിചിതൻ എന്നൊക്കെ പറയാം അല്ലെ. അപ്പൊ അയാൾ പെട്ടെന്ന് കയറി വരികയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് പരിചയമൊന്നും, പെട്ടെന്നാണ് അയാൾ ഓടിക്കേറി വരുന്നത്. The intruder is a criminal and has gun in his hand. അപ്പോ പെട്ടെന്ന് ഓടിക്കേറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു കത്തി, അല്ലെങ്കിൽ കത്തിയല്ല, ഒരു ഗണ്ണട്ടോ, ഒരു തോക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കുന്നുണ്ട്? അദ്ദേഹം ഒരു ക്രിമിനൽ ആയിരിക്കാം എന്ന് നമ്മൾ ഊഹിക്കുന്നുണ്ട്. He bumps accidentally against the table. Gerard welcomes him with confidence. The intruder asks many questions to Gerard. അല്ലേ? അപ്പൊ അയാള് പെട്ടെന്ന് ഓടിക്കേറി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ കുടിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ ജെറാഡിന് എന്താണ്, ഇയാൾ ആരാണ്, എന്താണ് ചെയ്യാൻ പോകുന്നൊന്നും അറിയില്ല. അയാൾക്ക് പേടിയുണ്ട്. പക്ഷെ അയാള് അതൊന്നും പുറത്ത് കാണിക്കാതെ അയാൾ എന്ത് ചെയ്തു? ഭയങ്കര കോൺഫിഡന്റോട് കൂടി അവിടെ തന്നെ നിൽക്കുകയാണ്. ജെറാഡ് എന്ന് പറയുന്ന എഴുത്തുകാരൻ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഈ കുറ്റവാളി അല്ലെങ്കിൽ ആ വന്നു കയറി അണ്ണുണ്ട്, അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അയാളോട് ജെറാഡ് എന്ത് ചെയ്യുന്നു? വളരെ മാന്യമായിട്ട് പെരുമാറി അല്ലെ. വെൽക്കം, അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് ഇറങ്ങി പോകുന്നൊന്നും പറയാണ്ട് ദേഷ്യപ്പെടാതൊക്കെ പെരുമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? The intruder asked many questions to Gerard. ഈ കയറി വന്ന ആള് നമ്മുടെ ഈ ഒരു ജെറാഡിനോട് കുറച്ച് അധികം ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അല്ലെ. എന്ത് ചോദ്യങ്ങളാണ്? എവിടെയാണ് വീട്, അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് നോർമൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അല്ലെ. അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച അയാള് നമ്മുടെ ഈ എഴുത്തുകാരനെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. He answers his question with wit. അപ്പോ ജെറാഡ് എന്ത് ചെയ്തു? വളരെ തമാശയായിട്ട്, അല്ലെങ്കിൽ വളരെ വിവേകത്തോടു കൂടി അയാളെ ദേഷ്യം പിടിപ്പിക്കുക, അയാൾ ഏത് തരക്കാരനാണെന്ന് അറിയില്ലല്ലോ. അപ്പൊ കുറച്ച് വിവേകത്തോടു കൂടി പെരുമാറി അതിന് കറക്റ്റ് ആയിട്ട് അയാളെ ചോദിച്ചതിന് ആൻസർ ഒക്കെ പറഞ്ഞു കൊടുത്തു അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ജെറാഡ് ടോൾഡ്, ഓക്കെ, ദ ഇൻട്രൂഡർ വാണ്ടഡ് ടു മർഡർ ജെറാഡ്. അപ്പൊ ഈ വന്ന ആളുടെ ലക്ഷ്യം എന്താണ്? അയാൾ ഏതോ ഒരു പോലീസിനെയൊക്കെ വെട്ടിച്ച് രക്ഷപ്പെട്ട് ഓടി വന്നിരിക്കുകയാണ് അല്ല. അപ്പൊ പോലീസൊക്കെ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരിചയമില്ലാത്ത ആളുടെ അടുത്തേക്ക് അയാൾ ഓടി കയറിയിരിക്കുന്നത്. അപ്പൊ അയാളുടെ ഉദ്ദേശം എന്താണ്? ദ ഇൻട്രൂഡർ വാണ്ടഡ് ടു മർഡർ ജെറാഡ്. അപ്പൊ ഈ വന്നിരിക്കുന്ന ആ ഒരു ക്രിമിനലിന്റെ ഉദ്ദേശം ഈ വീട്ടിലുള്ള, ഈ കുടിയിലുള്ള ആളായിട്ടുള്ള ഈ ജെറാഡിനെ കൊന്നു കളഞ്ഞിട്ട് ലീവ് ആസ് ജെറാഡ്, ഈ ജെറാഡ് എന്ന പേരിൽ ഇവിടെ ജീവിക്കുക എന്നാണ് അയാളുടെ ഉദ്ദേശം. He won't be caught by the police. എന്തിനു വേണ്ടിയിട്ടാണ്? പോലീസ് പിടിക്കാതിരിക്കുക, അതായത് ആൾമാറാട്ടം നടന്ന് ജീവിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അധികം ആരും അറിയത്തൊന്നും ഇല്ലാത്ത ഒരു ചെറിയ കുടിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കൊന്നും ഇല്ലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാള് ഈ കുടിലേക്ക് വന്നത് അല്ലെ. Gerard told the intruder that he was also a murderer and police was after him. അപ്പോ ഈ ജെറാഡ് എന്ത് ചെയ്തു? ജെറാഡ് ഒരു ബുദ്ധി പ്രയോഗിച്ചു. ജെറാഡ് എന്ത് ചെയ്തു? അയാളോട് പറയുകയാണ്, ഞാൻ ഒരു കുറ്റവാളിയാണ് അല്ലെ, ഞാൻ ഒരു ക്രിമിനൽ ആണ്, പോലീസിന്റെ പിന്നാലെ ഉണ്ട്, ഞാൻ ഇങ്ങനെ പോലീസിന്റെ കണ്ണു വെട്ടിച്ചിട്ട് ഇവിടെ ജീവിക്കുകയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്?
ജെറാഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി വൺ ഓഫ് ഹിസ് മെൻ ഹാഡ് ബീൻ കോട്ട്. അല്ലെ, പിന്നെ എന്താണ്, തന്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഒളിച്ചു താമസിക്കുന്നുണ്ട്. അപ്പോ അവരില് ആരെയൊക്കെയോ രാത്രിയിൽ വന്ന് പോലീസ് പിടികൂടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഈ ക്രിമിനലിനെ ജെറാഡ് ഒന്ന് പേടിപ്പിക്കുക. അല്ലെ, അപ്പൊ ഇയാളുടെ ഉദ്ദേശം എന്തായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, ജെറാഡ് എക്സ്പ്ലെയിൻഡ് ദാറ്റ് അൺഫോർച്ചുനേറ്റ്ലി വൺ ഓഫ് ഹിസ് മെൻ ഹാഡ് ബീൻ കോട്ട്. അല്ലെ, തന്റെ കൂടെ ഇങ്ങനെ ഒളിച്ചു താമസിച്ച ആരെയൊക്കെയോ രാത്രിയിൽ വന്ന് പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ജെറാഡ് ഈ ഒരു ക്രിമിനലിനോട് പറഞ്ഞു കൊടുക്കുക. അല്ലെ, അപ്പൊ പിന്നെ എന്ത് പറയുന്നുണ്ട്, ഹി വാസ് എക്സ്പെക്ടിങ് ട്രബിൾ ദാറ്റ് നൈറ്റ്. അപ്പൊ ഇന്ന് രാത്രിയിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാം, പോലീസ് മിക്ക ദിവസങ്ങളിലും ഇവിടേക്ക് അന്വേഷിച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വന്ന ഈ ക്രിമിനൽ അവിടെ നിന്ന് പോട്ടെ, പോലീസിനെ വരും എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാലും പൊക്കോളുമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാള് പറയുകയാണ് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, the intruder believed that it was good for him if he went with him. എന്നിട്ട് എന്താണ് പറയുന്നത്, ജെറാഡ് പറഞ്ഞതൊക്കെ ആ ഒരു ക്രിമിനൽ വിശ്വസിച്ചു. എന്നിട്ട് എന്തുണ്ട്, ക്രിമിനൽ ഇങ്ങനെ പോകാൻ വേണ്ടി എന്നാ പിന്നെ ഇയാളുടെ കൂടെ അങ്ങ് പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പം ജെറാഡ് എന്ത് ചെയ്തു, അയാള് പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ ജെറാഡ് പുറത്തേക്ക് അവനെ പിടിച്ച് അകത്തേക്ക് തള്ളിയിട്ടപ്പോ എവിടെയാണ് വീണത്, ഒരു അലമാരയുടെ ഉള്ളിലേക്കാണ് ചെന്ന് വീഴുന്നത് കേട്ടോ. ബട്ട് വെൻ ദേ വെയർ എബൌട്ട് ടു ക്രോസ് ദ ഡോർ, അപ്പോ എന്തായാലും ഇനി ഇവിടെ നിൽക്കണ്ട, ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയാണ്, ജെറാഡ് പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ഈ ജെറാഡിന്റെ കൂടെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടേക്കാം, രാത്രിയിൽ പോലീസ് അന്വേഷിച്ച് വന്നാലോ എന്നൊരു ചിന്താഗതിയിൽ ഈ ക്രിമിനലും ഇയാളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഡോറിന്റെ അടുത്തേക്ക് ക്രോസ് ചെയ്യാനായിട്ട് വന്നപ്പോ ജെറാഡ് എന്ത് ചെയ്തു, വളരെ ബുദ്ധിപരമായിട്ട് അയാളെ പിടിച്ച് തള്ളി. ജെറാഡ് pushed him into the nearby cupboard and slammed it. എന്നിട്ട് എന്ത് ചെയ്തു, അയാൾ ചെന്ന് ഒരു കബോർഡിന്റെ അവിടേക്കാണ് വീണത്. എന്നിട്ട് എന്ത് ചെയ്തു, അയാളെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ജെറാഡ് pushed him into the nearby cupboard and slammed it. Thereafter he telephoned the police for the intruder's arrest. എന്നിട്ട് എന്ത് ചെയ്തു, ഉടനെ തന്നെ പോലീസിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ആള് വന്നിട്ടുണ്ട്, ഗണ്ണൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്, ഞാൻ അയാളെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ ഫോൺ ചെയ്ത് വിളിച്ച് വരുത്തി. അതാണ് കഥ. ഓക്കെ, കഥ എന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ഒരു സംഭവം അല്ലെ. അപ്പൊ എന്തൊക്കെയായിരുന്നു, ആകെ 2 ക്യാരക്ടേഴ്സ് ഉള്ളൂ. ജെറാഡ് എന്ന് പറയുന്ന എഴുത്തുകാരനുണ്ട്, അതുപോലെ തന്നെ അയാളുടെ അടുത്തേക്ക് ഒരു പരിചയവുമില്ലാതെ ഒരു രാത്രിയിൽ കയറി വരുന്ന ഒരു ഇൻട്രൂഡർ അല്ലെ. ഇൻട്രൂഡർ എന്ന് വെച്ചാൽ ഒരു തടസ്സപ്പെടുത്തുന്ന അങ്ങനെ ഒരാളാണ്. ആൾക്ക് പേരൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ജെറാഡ് എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് മാത്രമാണ് ഇവിടെ പേര് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇൻട്രൂഡർ ഉണ്ട്, അയാൾ ഒരു ക്രിമിനൽ ആണെന്ന് തോന്നുന്നു, കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അയാളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വസിപ്പിച്ച് ഈ ജെറാഡ് അയാളെ ലോക്ക് ചെയ്ത് പോലീസിന് കൈമാറുന്നതാണ് കഥ. ഓക്കെ, അപ്പൊ ഇതാണ് കഥ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഥയാണ്. ഓക്കെ, കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ഇവിടെ പതിവ് പോലെ നമ്മുടെ പാസേജുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിച്ചത് നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാ ചാപ്റ്ററിലും ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ പാസേജുകൾ ഒന്ന് റീഡ് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വായിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ക്വസ്റ്റ്യൻ ഏതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Did the intruder tries to frighten Gerard? അല്ലെ, വന്ന ഇൻട്രൂഡർ അതായത് വന്ന ആ അപരിചിതൻ ജെറാഡിനെ ഭയപ്പെടുത്തിയോ? ആൻസർ എന്താണ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. എന്താണ്, എസ് എന്ന് മാത്രം ആൻസർ എഴുതിയാൽ മതി. ഇനി ഇതൊക്കെ വൺ വേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ വൺ വേർഡിൽ മാത്രം ആൻസർ എഴുതിയാൽ മതി. ഇനി ഹൂ ഈസ് ഹി ഹിയർ, ഇവിടെ ഹൂ ഈസ് ഹി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അല്ലെ. ഹി എന്ന് ഇവിടെ ഈ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഹി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്? ഹി ഈസ് റെഫേർഡ് ഹിയർ ഫോർ ജെറാഡ്. ഇവിടെ ജെറാഡ് എന്ന് പറയുന്ന ആ എഴുത്തുകാരനെയാണ് ഇവിടെ ഹി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹു ഹാഡ് എന്റേർഡ് ദ ഹൗസ്, ആരാണ് വീട്ടിലേക്ക് വന്നത്? എ സ്ട്രേഞ്ചർ അല്ലെ. സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഇൻട്രൂഡർ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, എ സ്ട്രേഞ്ചർ ഹാഡ് എന്ററിംഗ് ഹൗസ്. സ്ട്രേഞ്ചർ അല്ലെങ്കിൽ ഇൻട്രൂഡർ ആണ് വീട്ടിലേക്ക് വന്നത്. വാട്ട് ഡിഡ് ഹി ടോൾഡ് ഇൻ ഹിസ് ഹാൻഡ്? ഓക്കെ, വാട്ട് ഡിഡ് ഹി ഹോൾഡ് ഇൻ ഹിസ് ഹാൻഡ്? അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം എന്താണ് ഹോൾഡ് ചെയ്തിരുന്നത്, എന്താണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്? എന്താണ്? ഹി ഹെൽഡ് എ റിവോൾവർ ഇൻ ഹിസ് ഹാൻഡ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഗണ്ണ് അല്ലെ, ഒരു റിവോൾവർ ആണ് ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ വാസ് ഹിസ് അപ്പിയറൻസ്? അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് എങ്ങനെയുള്ളതായിരുന്നു? ഹി പുട്ട് ഓൺ എ ഓവർകോട്ട് ആൻഡ് എ സോഫ്റ്റ് ഹാറ്റ്. അദ്ദേഹത്തിന്റെ വേഷം എങ്ങനെയായിരുന്നു? ഹി പുട്ട് ഓൺ എ
ആൻഡ് ഓവർകോട്ട്, അദ്ദേഹം ഒരു ഓവർകോട്ട് ധരിച്ചിരുന്നു. അതുപോലെ തന്നെ ആൻഡ് എ സോഫ്റ്റ് ഹാറ്റ്, ഒരു തൊപ്പിയും അദ്ദേഹം ധരിച്ചിരുന്നു. അതാണ് വന്ന ആ ഒരു അപരിചിതന്റെ വേഷം. ഇനി അടുത്ത ഒരു പാരഗ്രാഫ് അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ജെറാർഡ് ഡിഡ് നോട്ട് ആൻസർ വാട്ട് വുഡ് ദ ഇൻട്രൂഡർ ഡു? അപ്പോ ഈ വന്ന ആ സ്ട്രേഞ്ചർ നമ്മുടെ കഥാകൃത്തായിട്ടുള്ള ജെറാർഡിനോട് കുറെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ നമ്മുടെ കഥാകൃത്ത് എന്ത് ചെയ്തു? വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ വിവേകത്തോടുള്ള മറുപടിയാണ് കൊടുത്തത് അല്ലെ. അപ്പൊ അയാള് മറുപടി ഒന്നും പറഞ്ഞില്ല. അയാൾ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നൊക്കെ പറഞ്ഞ് ഒച്ചയൊക്കെ എടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിക്കുമായിരുന്നു? പെർഹാപ്സ് ദ ഇൻട്രൂഡർ മൈറ്റ് ഷൂട്ട് ഹിം, അല്ലെ. മിക്കവാറും ആ വന്ന ആ ഒരു സ്ട്രേഞ്ചർ ഷൂട്ട് ചെയ്തേനെ അല്ലെ. നമ്മുടെ ഈ ജെറാർഡ് എന്ന് പറയുന്ന എഴുത്തുകാരനെ ഷൂട്ട് ചെയ്തേനെ എന്നാണ് പറയുന്നത് കേട്ടെ. ഇനി അടുത്ത എന്താണ്? ഈസ് ജെറാർഡ് സക്സസ്ഫുൾ ഇൻ ഫൈൻഡിങ് ഔട്ട് ദ ഇൻട്രൂഡേഴ്സ് നെയിം? ഹൗ മെനി ടൈംസ് ഡസ് ഹി ട്രൈ? എത്ര തവണ അദ്ദേഹത്തിന്റെ പേര് അറിയാനായിട്ട് ട്രൈ ചെയ്തു? എത്രയാണ്? ഈസ് ജെറാർഡ് സക്സസ്ഫുൾ ഇൻ ഫൈൻഡിങ് ഔട്ട് ദ ഇൻട്രൂഡേഴ്സ് നെയിം, അതായത് വന്ന ആ സ്ട്രേഞ്ചറിന്റെ പേര് എന്താണെന്ന് മനസ്സിലാക്കാൻ അയാൾ ശ്രമിച്ചു. എത്ര തവണ ശ്രമിച്ചു? 3 തവണ ചോദ്യങ്ങളൊക്കെ പതുക്കെ ഒന്ന് ചോദിച്ചു നോക്കി. പക്ഷെ അയാൾക്ക് പേരെന്താണ് അയാൾ പറഞ്ഞില്ല. ജെറാർഡ്സ് പ്രൊഫഷൻ. ഇവിടെ ജെറാർഡിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ജെറാർഡ് ഈസ് എ സ്റ്റേജ് ആർട്ടിസ്റ്റ്. അദ്ദേഹം ഒരു നാടകകൃത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് അല്ലെ. ഈസ് എ സ്റ്റേജ് ആർട്ടിസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഹാസ് ദ ഇൻട്രൂഡർ എന്റേർഡ് ജെറാർഡ്സ് ഹൗസ്? ഈ വന്ന അപരിചിതൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജെറാർഡിന്റെ വീട്ടിലേക്ക് കയറി വന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? The intruder entered Gerard's house because he wants to kill him and leave us Gerard to escape from the police, as he is a murderer and the police is after him. എന്തൊക്കെയാണ് കാര്യങ്ങള്? ഈ വന്ന സ്ട്രേഞ്ചർ ഉദ്ദേശിക്കുന്നത് ഇയാളുടെ പേരിൽ അല്ലെ, ഈ കുടിലിൽ താമസിക്കുന്ന ഈ ജെറാർഡിന്റെ പേരിൽ അവിടെ താമസിക്കണം, അയാളെ കൊന്നുകളഞ്ഞിട്ട് അവിടെ വേഷം മാറി താമസിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം ഇയാളൊരു കൊലപാതകിയാണ് അല്ലെ, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വേഷമൊക്കെ മാറി കുറെ നാളെങ്കിലും ജീവിക്കാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ജെറാർഡിന്റെ വീട്ടിലേക്ക് ഗണ്ണൊക്കെ ആയിട്ട് കയറി വരുന്നത് അല്ലെ. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കി. പാസേജ് 3 കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. നോക്കാം. ഡസ് ജെറാർഡ് ഹാവ് എ കാർ? വേർ ഡസ് ഹി കീപ് ഇറ്റ്? അല്ലെ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ജെറാർഡിന് കാർ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ നാടകകൃത്തിന് കാർ ഉണ്ടായിരുന്നു. വേർ ഡസ് ഹി കീപ് ഇറ്റ്? ആൻസർ എന്താണ്? യെസ്, ഹി കീപ് ഇറ്റ് ഇൻ ദ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലിസ്റ്റ് അറ്റ്ലീസ്റ്റ് 3 ഫാക്ട് അബൌട്ട് ജെറാർഡ് that the intruder had found out coming to his house. Okay, എന്താണ് ക്വസ്റ്റ്യൻ? 3 കാര്യങ്ങൾ എഴുതുക അല്ലെ. 3 കാര്യങ്ങളായിട്ട് എഴുതണം. എന്തൊക്കെയാണ്? about Gerard that the intruder had found out before coming to his house അല്ലെ. ജെറാർഡ് ആ വീട്ടിലുണ്ട് എന്ന് ഈ സ്ട്രേഞ്ചർ മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ജെറാർഡ് ഹാസ് എ കാർ, ജെറാർഡിന്റെ കാർ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. He never sees tradespeople, that his cottage is in a lonely part of England. പിന്നെ എന്താണ്? ഒരു മൂലക്ക് അല്ലെങ്കിൽ അധികം ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അവിടെ ആൾക്കാരുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് അയാള് വന്നത്. അടുത്ത എന്താണ്? പാസേജ് 4 കൊടുത്തിട്ടുണ്ട്. 4നെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വാസ് ദ ഇൻട്രൂഡേഴ്സ് പ്ലാൻ? വന്ന സ്ട്രേഞ്ചറിന്റെ പ്ലാൻ എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു പ്ലാൻ? The intruder wanted to kill Gerard as he wanted to leave us Gerard to escape from the police. വന്ന ആൾക്ക് ഉദ്ദേശം എന്തായിരുന്നു? അയാളെ കൊന്നിട്ട് അല്ലെ, ജെറാർഡിനെ കൊന്നിട്ട് അയാളുടെ വേഷത്തിൽ അയാളുടെ രൂപത്തിൽ അവിടെ താമസിക്കുക, പോലീസിനെ പറ്റിച്ച് താമസിക്കുക എന്നാണ് അയാളുടെ ഉദ്ദേശം. എന്തിനാണ്? പോലീസിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്. അടുത്ത ചോദ്യം എന്താണ്? വൈ വാസ് ദ പോലീസ് ആഫ്റ്റർ ദ ഇൻട്രൂഡർ? ഇവിടെ പോലീസ് ഇൻട്രൂഡർ അതായത് നമ്മുടെ സ്ട്രേഞ്ചറിന്റെ പുറകെ എന്തിനാണ് വന്നത്? ഹി ഹാഡ് മർഡേർഡ് എ പോലീസ്മാൻ. അയാൾ ഒരു കൊലപാതകിയാണെന്ന് പറഞ്ഞു. ആരെ കൊന്നിട്ടാണ് വന്നത്? അയാള് ഒരു പോലീസ് മാനെ കൊന്നിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്ത എന്താണ്? ഹൗ ഈസ് എ വില്ലൻ ജനറലി ഷോൺ ഇൻ മെലോ ഡ്രാമാസ് അല്ലെ. ഒരു വില്ലനെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നാടകങ്ങളിലൊക്കെ അവതരിപ്പിക്കുക? എങ്ങനെയൊക്കെയാണ്? ജനറലി
A villain in melodramas is shown delaying his killing long enough. അല്ലെ, എങ്ങനെയാണ് നമ്മൾ അവസാനം ഈ വില്ലനെയൊക്കെ കൊല്ലുന്നൊക്കെ പോലെയാണ് നമ്മൾ അവതരിപ്പിക്കാറ് അല്ലെ. നമ്മൾ ഡ്രാമയിലൊക്കെ അല്ലെങ്കിൽ സിനിമയിലൊക്കെ എങ്ങനെയായിരിക്കും, തുടക്കം തൊട്ട് അവസാനം വരെ വില്ലനൊക്കെ ഉണ്ടാവും അല്ലെ. അവസാനമാണ് വില്ലന് എന്തെങ്കിലും സംഭവിക്കുന്നതായിട്ട് നമ്മൾ അവതരിപ്പിക്കുക അല്ലെ. അടുത്ത എന്താണ്, why did the intruder come to Gerard's house? നമ്മുടെ ഇൻട്രൂഡർ എങ്ങനെയാണ് വന്നത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൺ വേർഡിലൊക്കെ കണ്ടതാണ്, എന്നാലും 1 or 2 സെന്റൻസിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എഴുതാൻ പറ്റണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എങ്ങനെയാണ്, why did the intruder come to Gerard's house? ജെറാർഡിന്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഈ ഒരു സ്ട്രേഞ്ചർ എത്തിപ്പെട്ടത്? എങ്ങനെയാണ്, the intruder came to Gerard's house with the plan to kill Gerard. അല്ലെ, ഈ ഒറ്റയ്ക്ക് ഒരു മൂലക്കാണ് ഇവരുടെ വീട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അയാളെ കൊന്നിട്ട് അയാളുടെ രൂപത്തിൽ അല്ലെങ്കിൽ അയാളുടെ പേരിൽ അവിടെ താമസിക്കാം, പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് താമസിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഈ ഒരാള് അവിടെ എത്തിച്ചേർന്നത്, നമ്മുടെ സ്ട്രേഞ്ചർ അവിടെ എത്തിച്ചേർന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ആൻഡ് ടേക്ക് ഓൺ ഹിസ് ഐഡന്റിറ്റി ടു എലൂഡ് ഫ്രം ദ പോലീസ്. അങ്ങനെ പോലീസിൽ നിന്നും രക്ഷപ്പെട്ട് കുറച്ചുനാൾ താമസിക്കാം, അതായിരുന്നു നമ്മുടെ സ്ട്രേഞ്ചറിന്റെ പ്ലാൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്, Gerard was a mysterious man. How did Vincent came to know of this fact? How did Gerard interrupt it? Vincent Charles saw Gerard in a car at Aylesbury. There he heard 2 police calling Gerard a kind of mysterious man who did not meet trade people whose movements were sudden. Gerard interpreted this to his advantage. He said that he was also an offender, that the police was after him, that the reason for his mysterious face. The word mysterious man gave Gerard an idea how a befooled the intruder. He explained to him that too was a criminal like him. He once killed someone, one of his men caught, and certain things were recovered by police. അപ്പോൾ ഈ വന്നിട്ടുള്ള ഈ ഒരു സ്ട്രേഞ്ചറിനെ ഇയാൾ എങ്ങനെയാണ് വിശ്വസിപ്പിച്ചത് അല്ലെ, എങ്ങനെയാണ് വിശ്വസിപ്പിച്ചത്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണ്ടേ, അപ്പൊ എങ്ങനെയാണ് വിശ്വസിപ്പിച്ചത്, താനും നിങ്ങളെ പോലെ തന്നെ എന്താണ്, ഞാനും ഒരു കൊലപാതകയാണ് അല്ലെ, കണ്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ അയാളും ഒരു കൊലപാതകയാണെന്ന് അയാൾ ഊഹിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്, ഞാനൊരു കൊലപാതകയാണ്, ഞാൻ പോലീസിന്റെ കണ്ണിലൊക്കെ പെടാതെ ഇവിടെ താമസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വന്ന ആ സ്ട്രേഞ്ചറിനെ കൂളാക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയും അല്ലെ. പിന്നെ എന്താണ് പറയുന്നത്, he explained to him that he was too criminal. ഞാനും ഒരു ക്രിമിനൽ ആണ്, പോലീസ് എന്റെ പിന്നാലെ ഉണ്ട്, എന്റെ കൂട്ടത്തിലുള്ള 2-3 പേരൊക്കെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി, അപ്പൊ രാത്രി കാലങ്ങളിൽ അവര് വന്ന് പിടികൂടാറുണ്ട്, ഇന്ന് രാത്രിയിലും ഇവിടെ ചിലപ്പോൾ പോലീസൊക്കെ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സ്ട്രേഞ്ചറിനെ അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടത്താനുള്ള വഴികളാണ് നമ്മുടെ ജെറാർഡ് പ്രയോഗിച്ചത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, refer to incidents that prove the intruder is boastful. ഈ വന്ന ഈ ഒരു സ്ട്രേഞ്ചർ അയാൾ ഭയങ്കര പൊങ്ങച്ചക്കാരൻ, ബോസ്ഫുൾ എന്ന് വെച്ചിട്ടുള്ളതാണ് പൊങ്ങച്ചം എന്നാണ് കേട്ടോ. അപ്പൊ ഈ പൊങ്ങച്ചക്കാരനാണെന്ന് തെളിയിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്, he says I have got brain. അയാൾ പറയുന്നുണ്ട്, ഈ സെന്റൻസിൽ നമ്മുടെ പാരഗ്രാഫിൽ ഉണ്ടാവും, he says I have got brain, boastfully reveals the motive in his plan to kill Gerard to leave as a Gerard himself അല്ലെ. പിന്നെ എന്ത് പറയുന്നുണ്ട്, അയാളൊരു പൊങ്ങച്ചക്കാരാന്ന് പറയുന്നത് ഞാൻ വലിയ ക്രിമിനൽ ആണെന്നൊക്കെ അയാള് സ്വന്തമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട് അല്ലെ. അതും എന്താണ്, അയാളൊരു പൊങ്ങച്ചക്കാരനായിട്ടുള്ള ആളാണെന്ന് അയാളുടെ വർത്തമാനങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നു അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, why was the intruder a hunted rat അല്ലെ. he had killed a policeman in town. അയാൾ എങ്ങനെയാണ് ഒരു വേട്ട അല്ലെങ്കിൽ അയാൾ ഒരു വേട്ടക്കാരനെ പോലെ, വേട്ടക്കാരനല്ല, പോലീസുകാര് അയാളുടെ പിന്നാലെ വേട്ടക്കാരൻ ഇരയെ തേടുന്ന പോലെ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ്, he had killed a policeman in town. അയാൾ ഒരു പോലീസ്മാനെ കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. he had to move from place to place to avoid capture. അവര് ഓരോ സ്ഥലത്ത് നിന്നും ഓരോ സ്ഥലത്തേക്ക് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, പോലീസുകാര് പിടിക്കാതിരിക്കാനായിട്ട് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, which of the following remark of Gerard suggests that the intruder will not kill him അല്ലെ. എന്തൊക്കെയാണ്, ജെറാർഡിന്റെ ഇതിൽ നിന്നും ഇൻട്രൂഡർ അയാളെ കൊല്ലില്ല അല്ലെ, ജെറാർഡിന്റെ സംസാരത്തിൽ നിന്നും ഇൻട്രൂഡർ എന്തായാലും കൊല്ലാൻ പോകുന്നില്ല എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, എങ്ങനെയാണ്, യു വോണ്ട് കിൽ മീ ഫോർ എ വെരി ഗുഡ് റീസൺ അല്ലെ. ഈ 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ABC കൊടുത്തിട്ടുണ്ട്, ഇതിൽ 3-ല് ഏതിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നതാണ് ചോദ്യം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഈ പാരഗ്രാഫുകളിൽ ടെക്സ്റ്റിൽ ഉള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത് കേട്ടോ. നമ്മൾ സ്റ്റോറി പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എന്താണ്, യു വോണ്ട് കിൽ മീ ഫോർ എ വെരി ഗുഡ് റീസൺ, ഒരു നല്ല കാരണമില്ലാതെ നിങ്ങൾ എന്നെ കൊല്ലില്ല എന്ന് എനിക്കറിയാം എന്ന ജെറാർഡിന്റെ വാക്കുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ടായാലും
വന്ന സ്ട്രേഞ്ചർ അയാളെ പെട്ടെന്നൊന്നും കൊല്ലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹു ഗീവ് എവേ മോർ ഇൻഫോർമേഷൻ അബൌട്ട് ഹിംസെൽഫ്, ജെറാഡ് ഓർ ദ ഇൻട്രൂഡർ? നമ്മൾ ഈ കഥ വായിച്ചതിൽ നിന്നും ജെറാഡിനെ കുറിച്ചാണോ അതോ വന്ന സ്ട്രേഞ്ചറിനെ കുറിച്ചാണോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്? ആരെ കുറിച്ചാണ്? ഇൻട്രൂഡറിനെ കുറിച്ചാണ് അല്ലെ? വന്ന സ്ട്രേഞ്ചർ ആണ് കൂടുതലായിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് കഥയിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഈസ് ഇറ്റ് എ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ്? അത് ഒരു വീക്ക്നെസ് ആണ്, നല്ലൊരു കാര്യമാണ്. എന്താണ്? ഒരു വീക്ക്നെസ് ആണ് അല്ലെ? അയാളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വാദോരാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? അയാളുടെ ഒരു കഴിവുകേടാണ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡസ് ഇറ്റ് ഷോ ദാറ്റ് ഹി വാസ്, എന്താണ്? ഇയാളുടെ ഈ എല്ലാ വാദോരാതെ അയാളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാളുടെ വീക്ക്നെസ് ആണ്. അതുപോലെ തന്നെ എന്താണ്? അയാളുടെ ബോസ്ഫുൾ ആണ്, അയാളുടെ പൊങ്ങച്ചത്തിന്റെ സ്വഭാവത്തിനെയും കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ജെറാഡ് ടോൾഡ് ദ ഇൻട്രൂഡർ ദാറ്റ്, ജെറാഡ് പറയുന്നത് ഇൻട്രൂഡർ എങ്ങനെയുള്ള ആളാണെന്നാണ്? ഹി ഹാഡ് കിൽഡ് സമ്മൺ ആൻഡ് വാസ് വാണ്ടഡ് ബൈ ദ പോലീസ്, അയാൾ ഒരാളെ കൊന്നു, പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ അയാൾ സ്വന്തമായിട്ട് വിളിച്ചു പറഞ്ഞു അല്ലെ? അതുകൊണ്ട് അയാൾ പൊങ്ങച്ചക്കാരനാണെന്ന് ജെറാഡ് പറയുന്നു അല്ലെ? പിന്നെ എന്താണ്? He had killed someone and was wanted by police. അടുത്ത എന്താണ്? Describe the disguise outfit അല്ലെ? അയാള് എങ്ങനെയാണ് വേഷം മാറാനായിട്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ്? False mustache അല്ലെ? വലിയ എന്താണ്? എന്താണ്? ലോങ് കോട്ട് അല്ലെ? വലിയ കോട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? He used it for stage performance അല്ലെ? അയാള് അത് സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളാണ് അല്ലെ? അയാൾ നാടകത്താന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് വേഷം മാറാന്നാണ് നമ്മുടെ ഇയാള് വിചാരിക്കുന്നത്, സ്റ്റേജർ വിചാരിക്കുന്നത്. വാട്ട് ഡസ് ജെറാഡ് ഡു ഫോർ ലിവിങ്? ജെറാഡ് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? അയാൾ എങ്ങനെയുള്ള ആളാണ്? ഹി റൈറ്റ്സ് ആൻഡ് ഡയറക്ട്സ് പ്ലേസ് ഫോർ ദ ആഫ്റ്റർ ഫോർ തിയേറ്റർ ഫോർ ലിവിങ്. അയാൾ ഒരു നാടകകൃത്താണ്, സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് അല്ലെ? അയാൾ കൂടുതലായിട്ടും പ്ലേസ് അതായത് നാടകം ഡയറക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ആക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത്. ഹൗ ഡു യു നോ? നമുക്ക് എങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്? He is sorry for the delay in giving the costume for a play. He says that this is to someone over the phone. അപ്പൊ അയാള് ഫോണിൽ കൂടി ഒരാളോട് കോസ്റ്റ്യൂം ഒക്കെ തരാൻ വൈകിയതിന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭാഷണം നടത്തുന്നുണ്ട് സ്റ്റോറിയിൽ അല്ലെ? അപ്പൊ ആ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇയാളൊരു പ്ലേവറൈറ്റ് ആണ്, നാടകകൃത്താണ്, അതുപോലെ തന്നെ ആക്ടിങ്ങും ഇയാളുടെ ഒരു പാഷനാണ്, അതും ഇയാൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? Did the telephone bell ring? ടെലിഫോൺ ബെൽ അടിച്ചോ? കഥയിൽ അടിച്ചു. എസ് ആണ് ആൻസർ കേട്ടോ. How did Gerard says was coming to his cottage? ജെറാഡ് എങ്ങനെയാണ്? Who did Gerard say was coming to his cottage? രാത്രിയിൽ എന്റെ കോട്ടേജിൽ ഒരാൾ വരുമെന്ന് ജെറാഡ് പറയുന്നുണ്ട്. ആരാണ്? എ പോലീസ്മാൻ ടു ക്യാച്ച് ഹിം. പോലീസ്മാൻ വരുമെന്നാണ് സ്ട്രേഞ്ചറിനോട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ? Did the intruder go with Gerard willingly or unwillingly? ജെറാഡിന്റെ കൂടെ ഈ വന്ന സ്ട്രേഞ്ചർ സ്വമനസാലെയാണോ പോകുന്നത്? വില്ലിംഗ്ലി ആണോ അതോ ഉദ്ദേശത്തോടു കൂടി അല്ലാതെയാണോ? എങ്ങനെയാണ്? വില്ലിംഗ്ലി ആണ് അല്ലെ? അൺവില്ലിംഗ്ലി. ബിക്കോസ് the intruder was confused to did not know whether Gerard could be trusted അല്ലെ? അപ്പോ ജെറാഡ് പറഞ്ഞു രാത്രിയിൽ പോലീസ് ഇവിടെ അന്വേഷിച്ച് വരാറുണ്ട്, ഞാനും ഒരു ക്രിമിനൽ ആണെന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സ്ട്രേഞ്ചർ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു വന്ന സ്ട്രേഞ്ചർക്കും എന്ത് തന്നെയാണ്? അയാൾക്ക് താല്പര്യമൊന്നുമില്ല പോകാനായിട്ട്, പക്ഷെ എങ്ങാനും പോലീസ് വന്നാലോ അയാളെ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇഷ്ടത്തോടു കൂടി അല്ലെങ്കിലും ആ വീട്ടിൽ നിന്ന് പോകാനായിട്ട് നമ്മുടെ സ്ട്രേഞ്ചർ റെഡി ആവുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Where did Gerard push the intruder into? അല്ലെ? ജെറാഡ് എവിടേക്കാണ് നമ്മുടെ സ്ട്രേഞ്ചറിനെ പിടിച്ച് തള്ളിയത്? എവിടേക്കാണ്? കബോർഡിലേക്ക് അല്ലെ? അവിടെ നിന്നൊരു കബോർഡ് അലമാരിയിലേക്കാണ് തള്ളിയത്. വാട്ട് ഹാപ്പൻ ടു ദ ഇൻട്രൂഡേഴ്സ് റിവോൾവർ? അവിടെ ഉണ്ടായിരുന്ന ഇൻട്രൂഡറിന്റെ റിവോൾവറിന് എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത്? It fell off when Gerard pushed him into the cupboard. Gerard got the intruder's gun. അയാളുടെ കയ്യിൽ നിന്നും അയാളുടെ ഗണ്ണ് താഴെ പോയി. അത് ആരെടുത്തു? ജെറാഡിന്റെ കൈവശത്ത് അയാളാക്കി. Who was cleverer, Gerard or the intruder? ഇവിടെ ചോദിച്ചിരിക്കുകയാണ് ജെറാഡ് ആണോ ബുദ്ധിമാൻ, അതുപോലെ വന്ന സ്ട്രേഞ്ചർ ആണോ? ആരാണ്? ജെറാഡ് ആണ് അല്ലെ? ജെറാഡ് ആണ് ബുദ്ധിമാൻ. What is the title of the play? ഈ പ്ലേയുടെ ടൈറ്റിൽ എന്താണ്? എന്താണ് ടൈറ്റിൽ? If I were you. ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏതെങ്കിലും ഒക്കെ രീതിയിൽ നമ്മളോട് ചോദിക്കാം കേട്ടോ, കാരണം സ്റ്റോറി നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാനുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഈ ടൈറ്റിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ. എന്താണ് ടൈറ്റില്? ഇഫ് ഐ വെയർ യു. ഇനി ഇഫ് ഐ ഇൻ ദ ടൈറ്റിൽ സ്റ്റാൻഡ് ഫോർ ജെറാഡ്. ഇവിടെ ടൈറ്റിലെ ഐ ജെറാഡിനെ ഉദ്ദേശിച്ചാണ്. ദ ടൈറ്റിൽ ക്യാൻ ബി കംപ്ലീറ്റഡ് ലൈക്ക് ദിസ്: ഇഫ് ഐ വെയർ യു
ഐ വുഡ് നോട്ട് ടോക്ക് സോ മച്ച് അല്ലെ. ഇപ്പൊ നമ്മുടെ ഈ ടൈറ്റില് ഇഫ് ഐ വെയർ യു എന്നാണ്. ഇതിനെ എങ്ങനെയൊക്കെ മാറ്റി എഴുതാം? ഇഫ് ഐ വെയർ യു ഐ വുഡ് ഡ്രൈവ് ദ കാർ. അങ്ങനെ പലതരത്തിൽ നമുക്ക് മാറ്റി എഴുതാം അല്ലെ. നീ ആയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്തേനെ എന്ന് നമുക്ക് എഴുതാമല്ലോ അല്ലെ. നീ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു കാറ് ഓടിച്ചേനെ അല്ലെ. നീ ആയിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് സംസാരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാമല്ലോ. നീ ആയിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിക്കില്ലായിരുന്നു. അങ്ങനെ കുറെ സെന്റൻസുകൾ നമുക്ക് ഉണ്ടാകും അല്ലെ. അപ്പൊ ഇഫ് ഐ വെയർ യു കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ വുഡ് ഡ്രൈവ് ദ കാർ, ഞാൻ കാറ് ഓടിച്ചേനെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഹാഡ് ദ ഇൻട്രൂഡർ കം ടു ജെറാഡ്സ് ഹൗസ്? എന്തുകൊണ്ടാണ് ഇൻട്രൂഡർ ജെറാഡിന്റെ വീട്ടിലേക്ക് വന്നത്? എന്താണ്? ടു ലീവ് അസ് ജെറാഡ്. ജെറാഡിന് എന്ന രീതിയിൽ ആൾതാമസം അല്ലെ, ആൾമാറാട്ടം നടത്തി അവിടെ ഒളിച്ചു താമസിക്കാനാണ് ഈ സ്ട്രേഞ്ചർ ജെറാഡിന്റെ വീട്ടിലേക്ക് വന്നത്. ഇനി അടുത്ത എന്താണ്? Could the intruder carry out his plan? ഇൻട്രൂഡർക്ക് അയാൾ വന്ന കാര്യം നടത്താൻ പറ്റിയോ? ഇല്ല. അയാൾ വന്ന മാറി താമസിക്കാന്നുള്ള ആൾമാറാട്ടം കാര്യം വർക്കൗട്ട് ആയില്ല. അടുത്ത ചോദ്യം എന്താണ്? വാട്ട് ആർ ദ 2 pieces of evidence that make the intruder believe Gerard's story? അല്ലെ, ഇൻട്രൂഡർ ജെറാഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കാരണമായത് എന്താണ്? ദ ഫോൺ കോളും ബാഗും അല്ലെ. അയാൾ ഇടയ്ക്ക് ഫോൺ വിളിച്ചതും അയാളുടെ ബാഗ് ഒക്കെ കണ്ടപ്പോഴാണ് ഇയാള് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമ്മുടെ സ്ട്രേഞ്ചർക്ക് വിശ്വാസമായത്. ഇനി who is the more intelligent of the two, Gerard or the intruder? Give reasons for your answer. ഇനി ഇവിടെ ജെറാഡ് ആണോ അതോ സ്ട്രേഞ്ചർ ആണോ ഇന്റലിജന്റ്, ബുദ്ധിമാൻ? നിങ്ങളുടെ റീസൺ, നിങ്ങൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റീസൺ ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് റീസൺ? Gerard have got the intruder to talk about his plans quickly, got him and locked in a cupboard. ഇവിടെ ജെറാഡ് ആണ് ബുദ്ധിമാൻ. കാരണം എന്താണ്? ഇൻട്രൂഡർ അയാളുടെ പ്ലാൻ ഒക്കെ പറഞ്ഞ് അയാൾ ഭയങ്കര ബുദ്ധിമോശം കാണിച്ചില്ല. അതുകൊണ്ട് തന്നെ ജെറാഡിന് എന്ത് പറ്റി? വളരെ ബുദ്ധിപരമായിട്ട് അയാളെ ലോക്ക് ചെയ്ത് പോലീസിന് കൈമാറാനായിട്ട് സാധിച്ചു. Which of the following words describe Gerard and which the intruder? അല്ലെ, ഇവിടെ ഏതൊക്കെ വാക്കുകളാണ് ജെറാഡ് ഇൻട്രൂഡറിനെ കുറിച്ച് പറയുന്നത്? അല്ലെ, ജെറാഡ് എങ്ങനെയാണ്? ജെറാഡിനെ കുറിച്ച് എന്തൊക്കെ വാക്കുകൾ നമുക്ക് പറയാം? വെൽ ഡ്രസ്ഡ് ആണ്, ഇന്റലിജന്റ് ആണ്, വിറ്റി ആൻഡ് എഡ്യൂക്കേറ്റഡ്. നല്ല ബുദ്ധിമാനാണ്, അതുപോലെ നന്നായി ഡ്രസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നല്ല വിവേകത്തോടു കൂടി സംസാരിക്കുന്ന ആളാണ്, നല്ല വിദ്യാഭ്യാസം ഉള്ള ആളാണ്. ഇൻട്രൂഡർ എങ്ങനെയാണ്? ബോസ്ഫുൾ ആണ്, ക്ലെൻസി ആണ്, തിയേറ്ററിക്കൽ ആണ്, അൺകൾച്ചേർഡ് ആണ്. അല്ലെ, ഇയാൾ എങ്ങനെയാണ്? ഭയങ്കര പൊങ്ങച്ചക്കാരനാണ് അല്ലെ, മണ്ടത്തരമൊക്കെ പറയുന്ന ആളാണ്. അതുപോലെ തന്നെ ഒരു കൾച്ചറൊന്നും അല്ലെങ്കിൽ അത്രയ്ക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളാണെന്ന് പറയാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 12ാമത്തെ ചാപ്റ്റർ ആണ് ഇഫ് ഐ വെയർ യു എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചു നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പല ദിവസവും പറയണത് പോലെ മീനിങ് പഠിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ അർത്ഥം മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത മാസം നമുക്ക് മോഡൽ എക്സാം ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ തീർക്കണം. അപ്പോൾ എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, Miss. Thank you, Miss. Question. Bracket